എന്റെ വോയിസ് ഓഡിയബിൾ അല്ലേ? ആരെങ്കിലും ഒന്ന് ചാറ്റില് റിപ്ലൈ തന്നിരുന്നെങ്കിൽ. അതുപോലെ തന്നെ PPT വിസിബിൾ അല്ലേ എന്ന് കൂടെ ഒന്ന്. ഓക്കെ. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. നമ്മൾ ചെറിയ ക്ലാസ്സിൽ നിന്ന് നമ്മൾ പഠിച്ചിട്ടുള്ള നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. പേര് പറയുന്നത് പോലെ തന്നെ സ്റ്റെബിലിറ്റി, കൺഫർമേഷൻ ആൻഡ് അതിന്റെ പ്രിപ്പറേഷൻ അല്ലെങ്കിൽ മെറ്റബോളിസം ഓഫ് ന്യൂക്ലിയോടൈഡ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആഹ് ഈ ഈ ഒരു സെക്ഷനിൽ നമുക്ക് ധാരാളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ബി പാർട്ടിൽ ആണ് നമുക്ക് വന്നിട്ടുള്ളത്. നമ്മൾ ആ ക്വസ്റ്റ്യൻസിലൂടെ ഫസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി പോവാണെങ്കിൽ ഇപ്പം ചെറിയ സിമ്പിൾ ആയിട്ടുള്ള 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് മെജോറിറ്റി വരാറ്. പക്ഷെ ഇത് ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, ആ ഒരു കൺസെപ്റ്റ് മോളിക്കുലർ ബയോളജിയിലും ബയോകെമിസ്ട്രിയിലൊക്കെ യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പം ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. അപ്പം 2012 മുതൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻസിന്റെ ഒരു പാറ്റേൺ കാണാൻ കഴിയാറുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എന്തായിട്ടുള്ളത് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മള് ക്ലാസ് തുടങ്ങുകയാണ് അല്ലെ. അപ്പം എന്താണ് ന്യൂക്ലിയോടൈഡ് അല്ലെ? അപ്പം നിങ്ങള് ന്യൂക്ലിയോടൈഡ് ഒക്കെ നിങ്ങൾക്ക് നമുക്ക് അറിയുന്ന ടോപ്പിക്കാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രഷ് അപ്പ് ചെയ്തിട്ട് നമുക്ക് എടുക്കുകയാണ്. അപ്പൊ ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം എന്നോട് ഇപ്പോൾ ഒരാൾ ചോദിച്ചു എന്താണ് ന്യൂക്ലിയോടൈഡ്. അപ്പൊ ഞാൻ ഒരു കോമൺ ആയിട്ടുള്ള ആൾക്ക്, ഒരു ലേമാനോട് ഞാൻ പറഞ്ഞു കൊടുക്കാം. ഇപ്പൊ ന്യൂക്ലിയോടൈഡ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സിംപ്ലി എന്ത് പറയാം, നമുക്കൊരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ നമുക്ക് പറയാം നമ്മളെ ജനറ്റിക് മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്തിട്ടുള്ളത് DNA അല്ലെ ഡിയോക്സി റൈബോ ന്യൂക്ലിയോടൈഡിന്റെ രൂപത്തിലാണ് ജനറ്റിക് മെറ്റീരിയൽ സ്റ്റോർ ചെയ്തിട്ടുള്ളത് എന്ന് പറയാം അല്ലെ. അപ്പൊ അത് പറഞ്ഞാൽ പോളിമർ ആണ് അല്ലെ. ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്, DNA അല്ലെങ്കിൽ റൈബോ ന്യൂക്ലിക് ആസിഡ്, RNA ഒക്കെ നമുക്ക് ഫെമിലിയർ ആണ്. അപ്പൊ അത് ന്യൂക്ലിയോടൈഡ്സിന്റെ പോളിമേഴ്സ് ആണ് ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡും റൈബോ ന്യൂക്ലിക് ആസിഡ് ഒക്കെ. അപ്പൊ അവരെന്താണ് ബേസിക്കലി നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ സ്റ്റോർ ചെയ്തിട്ടുള്ളത് ഇൻ ദ ഫോം ഓഫ് ന്യൂക്ലിയോടൈഡ് ആണ് നമുക്കറിയാം. നമുക്ക് അതുപോലെ തന്നെ അറിയാവുന്ന ഒരു സംഗതിയാണ് സെൻട്രൽ ഡോഗ്മ ഓഫ് മോളിക്കുലർ ബയോളജി. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന ഒരു എക്സാമ്പിൾ എങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പൊ എന്റെ മുടി ചുരുണ്ടതാണ് അല്ലെ. ഇപ്പൊ എന്റെ മുടി ചുരുണ്ടതാണ്. സിമ്പിളി നമ്മൾ നോക്കുകയാണെങ്കിൽ എന്റെ മുടി ചുരുണ്ടതാണ്. അപ്പൊ ഫീനോട്ടിപ്പിക് ആയിട്ടുള്ള അപ്പിയറൻസ് ആണ് എന്റെ മുടി ചുരുണ്ടതാന്നുള്ള ഒരു ഫീനോട്ടിപ്പിക് ആയിട്ടുള്ള അപ്പിയറൻസ് എങ്ങനെയാണ് എന്റെ സെല്ലിലുള്ള DNA യിലാണ് ആ ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് സ്റ്റോർ ചെയ്തിട്ടുള്ളത് അല്ലെ. DNA ട്രാൻസ്ക്രിപ്ഷൻ വഴി mRNA ആവുന്നു, mRNA ട്രാൻസ്ലേഷൻ വഴി പ്രോട്ടീൻ ആയിരുന്നു. പ്രോട്ടീൻ ആണ് ഫീനോട്ടിപ്പിക്കൽ അപ്പിയറൻസിന് കാരണമാക്കുന്നത്. ബേസിക്കലി എന്റെ മുടി ചുരുണ്ടതാന്നുള്ളത് കാരണമാവുന്നത് എങ്ങനെയാണ്? DNA യിലാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത് ജനറ്റിക് മെറ്റീരിയൽ. അതിനെന്തായിരുന്നു ട്രാൻസ്ക്രിപ്ഷൻ വഴി mRNA ആവുന്നു, mRNA ട്രാൻസ്ലേഷൻ വഴി പ്രോട്ടീൻ ആവുന്നു, പ്രോട്ടീൻ ആണ് എന്റെ മുടി ചുരുണ്ടതാക്കുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് സിംപ്ലി എങ്ങനെ പറയാം, ന്യൂക്ലിയോടൈഡുകൾ ജോയിൻ ചെയ്തിട്ടാണ് നമ്മൾ ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള ന്യൂക്ലിക് ആസിഡ് ഫോം ചെയ്തിട്ടുള്ളത്. ന്യൂക്ലിയോടൈഡിന് ഇത് മാത്രമാണോ ഫംഗ്ഷൻ എന്ന് നോക്കുകയാണെങ്കിൽ അല്ല. നമ്മളെ എനർജി കറൻസി ഓഫ് സെല്ലായിട്ട് നമ്മൾ പറയുന്ന ATP, അഡിനോസിൻ ട്രൈ ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന ATPയുടെ കേസ് ഒരു ന്യൂക്ലിയോടൈഡ് ആണ്. ഓക്കെ. അതൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ബേസിക് ആയിട്ട് നമ്മൾ ന്യൂക്ലിയോടൈഡിന്റെ കമ്പോണൻസ് നോക്കുകയാണെങ്കിൽ ന്യൂക്ലിയോടൈഡ്സിൽ ഒരു ഷുഗർ ഉണ്ട്. ജനറൽ ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. ഓരോ കമ്പോണൻസിനെ പറ്റിയിട്ടും നമ്മൾ ഫർദർ സ്ലൈഡിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പം നിങ്ങൾക്ക് സ്പീഡ് കൂടുകയാണെങ്കിലോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ ചോദിക്കുക ചെയ്യാം. നോ വെരി. ഓക്കെ. അപ്പൊ ന്യൂക്ലിയോടൈഡിൽ എന്തുണ്ട്? ഷുഗർ ഉണ്ട് നമുക്കറിയാം. അതുപോലെ തന്നെ ഷുഗർ ഉണ്ട്, അതുപോലെ തന്നെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്, അതുപോലെ തന്നെ നൈട്രജൻ ബേസ് ഉണ്ട് അല്ലെ. അപ്പം ഷുഗറും ഫോസ്ഫേറ്റ് ഗ്രൂപ്പും നൈട്രജൻ ബേസും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് ന്യൂക്ലിയോ ടൈഡ് ആയിട്ട് മാറുന്നത്. ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഇല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും ന്യൂക്ലിയോ സൈഡ് എന്ന് പറയാറുണ്ട്. ഓക്കെ. അപ്പൊ ഷുഗറിന്റെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാനുണ്ട്. ജനറൽ ആയിട്ടൊരു ഇൻട്രൊഡക്ഷൻ തരാണെങ്കിൽ പെൻഡോസ് ഷുഗർ ആണ്
പെൻഡോ ഷുഗർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? 5 കാർബൺ കണ്ടെയ്നിങ് ആയിട്ടുള്ള ഷുഗറിനാണ് പെൻഡോ ഷുഗർ എന്ന് പറയുന്നത്. അല്ലെ, 5 കാർബൺ കണ്ടെയ്നിങ് ആയിട്ടുള്ള ഷുഗറിനെ ഞാൻ പെൻഡോ ഷുഗർ എന്ന് പറയുന്നു. ഓക്കെ. നൈട്രജൻ ബേസ് ആയിട്ട് കാണുന്നത് പ്യൂരിൻസ് ഓർ പിരിമിഡിൻസ് ആണ്. നമുക്ക് പ്യൂരിൻസ് എന്താണ്, പിരിമിഡിൻസ് എന്താന്ന് പറയാനുണ്ട്. അല്ലെ, ഇവിടെ ഒരു ഗ്ലൈക്കോസിഡിക് ബോണ്ട് വഴിയാണ് ഷുഗറിനെ പ്യൂരിൻ ഓർ പിരമിഡ് ആയിട്ടുള്ള നൈട്രജൻ ബേസ് ആയിട്ട് കണക്ട് ചെയ്യുന്നത്. പിന്നെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ 5-ാമത്തെ കാർബണിലേക്കാണ്. പെൻഡോ ഷുഗർ ആണ്, അപ്പൊ എന്താണ്, 5 കാർബൺ ഉണ്ടായിരിക്കും. 5-ാമത്തെ കാർബണിലേക്കാണ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ബേസിക് ഓഫ് സ്ട്രക്ചർ ഓഫ് ന്യൂക്ലിയോടൈഡ് ആണ്. ന്യൂക്ലിയോടൈഡിൽ ഷുഗർ ഉണ്ട്, നൈട്രജൻ ബേസസ് ഉണ്ട്, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്. പെൻഡോ ഷുഗർ ആണ് നമ്മളെ എന്ത് ചെയ്യുന്നത്, ന്യൂക്ലിയോടൈഡിൽ കാണുന്നത്. അതിൽ തന്നെ റൈബോസ് ഷുഗർ ആണ് നമുക്ക് പറയാം. ഓക്കെ, റൈബോസ് ഷുഗർ ആണ് ന്യൂക്ലിയോടൈഡിൽ കാണുന്നത്. പെൻഡോ ഷുഗർ ആണെന്ന് നമുക്കറിയാം. അതിൽ നിന്ന് ഈ ഒരു ഷുഗറിന്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം സൈക്ലിക് ആണ് ആ ഷുഗർ കാണുന്നത്. അല്ലെ, ലീനിയർ ഫോമും സൈക്ലൈസ്ഡ് ഫോമും ഉണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പൊ 1, 2, 3, 4, 5 5 കാർബൺ കണ്ടെയ്നിങ് ആയിട്ടുള്ള പെൻഡോസ് റൈബോ ഷുഗർ ആണ്. റൈബോ ഷുഗർ ഒരു പെൻഡോ ഷുഗർ ആണ്. അപ്പൊ അതിൽ ഈ ഒരു സൈക്ലിക് സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ 1, 2, 3, 4 കാർബൺ ആ ഒരു സൈക്കിളിലും 5-ാമത്തെ ഓക്സിജൻ ആയിട്ടുള്ള ഒരു 5 മെമ്പേർഡ് റിംഗ് സ്ട്രക്ചർ ആണ് നമുക്ക് ബേസിക്കലി കാണുന്നത്. അല്ലെ, 5 മെമ്പേർഡ് റിംഗ് സ്ട്രക്ചർ ആണ് നമ്മൾ കാണുന്നത്. അല്ലെ, അപ്പം 5-ാമത്തെ കാർബണിലേക്കാണ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. 1-ാമത്തെ കാർബണിലേക്കാണ് ആര്, നമ്മളെ നൈട്രജൻ ബേസ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതുവരെ നമുക്കറിയാം അല്ലെ, ഒരു ന്യൂക്ലിയോടൈഡിൽ ഫോസ്ഫേറ്റ് ഉണ്ട്, ഷുഗർ ഉണ്ട്, നൈട്രജൻ ബേസസ് ഉണ്ട്. അപ്പൊ ആദ്യം നമുക്ക് എന്ത് നോക്കാം, ബേസസിനെ പറ്റിയിട്ട് പഠിക്കാം. അല്ലെ, നൈട്രജൻ ബേസസ് 2 എണ്ണമായിട്ടാണ് ബേസിക്കലി നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. പ്യൂരിൻസും പിരിമിഡിൻസും രണ്ടും ഹെട്രോസൈക്ലിക് ആണ്. ഹെട്രോസൈക്ലിക് എന്ന് പറഞ്ഞാൽ എന്താ, അതില് കാർബണും ഉണ്ട്, നൈട്രജനും ഉണ്ട്. ഓക്കെ, ഇപ്പൊ ഈ ഒരു പ്യൂരിൻസിന്റെ കേസ് നോക്കുകയാണെങ്കിൽ അവിടെ 2 സൈക്കിൾ ഉണ്ട്. അതുപോലെ തന്നെ പിരമിഡ്സിനാണെങ്കിൽ സിംഗിൾ സൈക്കിൾ ആണ് നമ്മൾ കാണുന്നത്. ഓക്കെ, പ്യൂരിൻസും ഉണ്ട്, പിരമിഡിൻസും ഉണ്ട്. പ്യൂരിനെ റെപ്രസെന്റ് ചെയ്യുന്ന 6, പിരമിഡിൻസിനെ Y എന്നാണ്. രണ്ടും ഹെട്രോസൈക്ലിക് ആണ്. ഹെട്രോസൈക്ലിക് പറഞ്ഞാൽ കാർബൺ ആൻഡ് നൈട്രജൻ ഉണ്ട്. ഓക്കെ, ഡിഫറെന്റ് ആറ്റംസ് ഉണ്ട്. പ്യൂരിൻസിന്റെ കേസ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാവുന്നതുപോലെ അഡിനിനും ഗ്വാനിനും ആണ് പ്യൂരിനായിട്ട് വരുന്നത്. അഡിനിനും ഗ്വാനിനും ആണ് പ്യൂരിനായിട്ട് വരുന്നത്. ഓക്കെ, അഡിനിനും ഗ്വാനിനും. പിരമിഡ്സിന്റെ വരുന്നത് നിങ്ങളാ കട്ട് പിരമിഡ്സ് ആണ്. സൈറ്റോസിൻ, യുറാസിൽ, തൈമിൻ, അല്ലെങ്കിൽ സൈറ്റോസിൻ, തൈമിൻ, യുറാസിലാണ് എന്ത് പിരമിഡിൻസിന്റെ കേസിൽ വരുന്നത്. അപ്പൊ പ്യൂരിൻസിന്റെ കേസിൽ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം അഡിനിനും ഗ്വാനിനും ആണ്. അപ്പൊ അഡിനിനെ നമുക്ക് വേണമെങ്കിൽ എന്ത് പറയാം, 6 അമിനോ പ്യൂരിൻ എന്ന് പറയാം. ഓക്കെ, 6th പൊസിഷനിലേക്കാണ് എന്ത് വരുന്നത്, ആ ഒരു അമിനോ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്പറിങ് വരുന്നത് ഇവിടെ നിന്നാണ്. ഓക്കെ, 1, 2, 3, 4, 5, 6, 7, 8, 9 ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് പ്യൂരിൻസിന്റെ കേസിൽ ആ ഒരു ബൈസൈക്ലിക് റിങ്ങിൽ നമ്പർ കൊടുക്കുന്നത്. നോക്കുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു കാർബൺ വെച്ചിട്ടാണ്. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു കാർബൺ വെച്ചിട്ടാണ്. ഓക്കെ, ഈ ഒരു കാർബൺ വെച്ചിട്ടാണ്. ഇവിടാണ് 1 ഒന്നാമത്തെ നമ്പർ വരുന്നത്. ഓക്കെ, 1, 2, 3, 4, 5, 6, 7, 8, 9 ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് നമ്പർ വരുന്നത്. അപ്പൊ 6th പൊസിഷനിൽ അമിനോ ഗ്രൂപ്പ് ഉള്ള പ്യൂരിൻ. അപ്പൊ നമുക്ക് എന്ത് പറയാം, 6 അമിനോ പ്യൂരിന് അഡിനെ പറയാം. ഓക്കെ, ജനറലി നമുക്ക് എന്ത് പറയാം, 6 അമിനോ പ്യൂരിൻ എന്ന് പറയാം. ഗുവാനിന്റെ കേസ് ആണെങ്കിലോ 6th പൊസിഷനിൽ ഓക്സി ഗ്രൂപ്പ് ആണ്. അല്ലെ, ഓക്സി ഗ്രൂപ്പ് ആണ് 6th പൊസിഷനിൽ കാണുന്നത്. 2nd പൊസിഷനിലാണ് എന്ത്, 4th പൊസിഷനിലാണ് അമിനോ ഗ്രൂപ്പ് വരുന്നത്. അല്ലെ, 6th പൊസിഷനിൽ ഓക്സി ഗ്രൂപ്പും 4th പൊസിഷനിലാണ് അമിനോ ഗ്രൂപ്പും വരുന്നത്. അപ്പൊ 4 അമിനോ 6 ഓക്സി പ്യൂരിന് നമുക്ക് എന്ത് പറയാം, ഗ്വാനിനെ പറയാം. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്, ബേസസ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. പ്യൂരിൻസും പിരമിഡിൻസും. പ്യൂരിനെ റെപ്രസെന്റ് ചെയ്യുന്നത് 6 സിംഗിൾ ലെറ്റർ, പിരമിഡിൻസിനെ Y ആണ്. ബൈസൈക്ലിക് ആണ് പ്യൂരിൻ, സിംഗിൾ സൈക്ലിക് ആണ് പിരമിഡിൻസ്. രണ്ടും ഹെട്രോസൈക്ലിക് ആണ്, നൈട്രജനും കാർബണും ഉണ്ട്. പ്യൂരിൻസിൽ വരുന്നത് ആരൊക്കെയാണ്, അഡിനിനും ഗ്വാനിനും ആണ് വരുന്നത്. അഡിനിന്റെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ
അതിൽ നമ്പറിങ് വരുന്നത് നമുക്കറിയാം 1 2 3 4 5 6 7 8 9 എന്നാണ്. 6th പൊസിഷനിൽ അമിനോ ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട് 6 അമിനോ പ്യൂരിൻ എന്നാണ് അഡിനിനെ പറയുന്നത്. ഗുവാനിന്റെ കേസിൽ എന്താണ്? 6th പൊസിഷനിൽ ഓക്സോ ഗ്രൂപ്പ് ആണ്. 4th പൊസിഷനാണ് അമിനോ ഗ്രൂപ്പ് ഉള്ളത്. 4 അമിനോ 2 ഓക്സി പ്യൂരിൻ എന്നാണ് എന്ത് പറയുന്നത്? ഗ്വാനിനെ പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് പിരമിഡിൻസ് ആണ്. പിരമിഡിൻസിന് ആരൊക്കെ ഉള്ളത്? സൈറ്റോസിൻ ഉണ്ട്, തൈമിൻ ഉണ്ട്, യുറാസിൽ ഉണ്ട്. അപ്പൊ നമുക്കറിയാവുന്നതുപോലെ തന്നെ തൈമിൻ കാണുന്നത് മെജോറിറ്റി ഓഫ് കേസ് DNA-ലും യുറാസിൽ കാണുന്നത് RNA-ലും ആണ് കാണപ്പെടുന്നത് അല്ലെ. സൈറ്റോസിന്റെ സ്ട്രക്ചർ വരാൻ നോക്കുകയാണെങ്കിൽ ഇവിടെ സെക്കൻഡും ഫോറും ഇവിടെ നിന്നാണ് നമ്പർ ഇതിന്റെ വരുന്നത്. പ്രയോറിറ്റി 1 സെക്കൻഡ്, തേർഡ്, 4 5 6. ഓക്കെ, അപ്പൊ സെക്കൻഡ് പൊസിഷനിൽ എന്താണ്? ഓക്സോ ഗ്രൂപ്പ് ഉണ്ട്. 4th പൊസിഷനിൽ അമിനോ ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ 4 അമിനോ 2 ഓക്സി പിരമിഡിനാണ് എന്ത് വരുന്നത്? സൈറ്റോസിൻ വരുന്നത്. 4 അമിനോ 2 ഓക്സി പിരമിഡിനാണ് സൈറ്റോസിൻ വരുന്നത്. ഓക്കെ, തൈമിൻ വരുന്നതോ നമുക്കറിയാം സെക്കൻഡിലും ഫോറിലും. സെക്കൻഡ്, 4 5. സെക്കൻഡിലും ഫോറിലും ഓക്സോ ഗ്രൂപ്പും 5th ഒരു മീഥൈൽ ഗ്രൂപ്പുമാണ് ഉള്ളത് അല്ലെ. സെക്കൻഡിലും ഫോറിലും ഓക്സോ ഗ്രൂപ്പും 5th ഒരു മീഥൈൽ ഗ്രൂപ്പാണ് ഉള്ളത്. അപ്പൊ 2,4 ഡയോക്സി 5 മീഥൈൽ പിരമിഡിൻ കൊടുക്കാം, അല്ലെങ്കിൽ പേര് ആൽഫബറ്റിക് കൊടുക്കുമ്പോൾ 5 മീഥൈൽ 2,4 ഡയോക്സി പിരമിഡിന് നമുക്ക് കൊടുക്കാം തൈമിന്. ഓക്കെ, 5 മീഥൈൽ 2,4 ഡയോക്സി പിരമിഡിന് കൊടുക്കാം. പിന്നുള്ളത് ഏതായത് യുറാസിലാണ് ഉള്ളത്. യുറാസിലാണെങ്കിലോ സെക്കൻഡിലും ഫോർത്തിലും എന്താണ്? ഓക്സോ ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ 2,4 ഡയോക്സി പിരമിഡിനാവുമ്പം യുറാസിലാവുന്നു. 5 മീഥൈൽ 2,4 ഡയോക്സി പിരമിഡിനാവുമ്പോൾ തൈമിനാവുന്നു. 4 അമിനോ 2 ഓക്സി പിരമിഡിനാവുമ്പം സൈറ്റോസിൻ ആയിട്ട് മാറുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു തൈമിൻ കംപ്ലീറ്റ്ലി എന്താണ്? DNA-ൽ കാണുന്നു, യുറാസിൽ കംപ്ലീറ്റ്ലി RNA-ൽ കാണുന്നു. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? അതായത് RNA-ൽ തൈമിൻ കാണാൻ സാധ്യത ഉണ്ടോ? പോസിബിൾ ആണ്. അതുപോലെ തന്നെ DNA-ൽ യുറാസിൽ കാണാനും സാധ്യത ഉണ്ട്. കാരണം എന്താ? ഈ ഒരു 5th പൊസിഷനിൽ ഒരു മീഥൈൽ ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ, എച്ച് മാറിയിട്ട് ഒരു മീഥൈൽ ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ ബേസിക്കലി എന്തായിട്ട് മാറി? ഇത് തൈമിനായിട്ട് മാറി അല്ലെ. അപ്പം മീഥൈലേസ് ചില എൻസൈംസ്, മീഥൈലേസ് പോലുള്ള എൻസൈംസ് 5th പൊസിഷനിൽ മീഥൈൽ ഗ്രൂപ്പിനെ കൊണ്ടുവന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയാറുണ്ട്? RNA-ൽ ചിലപ്പം തൈമിൻ കാണാറുണ്ട്. അതുപോലെ നേരെ തിരിച്ച് ഡീമീഥൈലേസ് എൻസൈം ആ ഒരു 5th പൊസിഷനിൽ മീഥൈൽ ഗ്രൂപ്പിനെ മാറ്റി കഴിഞ്ഞാൽ യുറാസിലിന്റെ സ്ട്രക്ചർ നമുക്ക് DNA-ലും കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ സ്യൂഡോ തൈമിന്നോ അല്ലെങ്കിൽ സ്യൂഡോ യുറാസിലിനോ എന്നുള്ള ഒരു ടേം ആയിരിക്കും ആ സമയത്ത് യൂസ് ചെയ്യുന്നത്. ഈ ഒരു നമ്പറും പേരും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ബേസിക് ആയി സ്ട്രക്ചർ ഓഫ് ന്യൂക്ലിയോടൈഡ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അല്ലെ. അപ്പൊ അതിൽ നൈട്രജൻ ബേസസിൽ ആരൊക്കെയാണ്? പ്യൂരിൻസിനും പിരമിഡിൻസിനും ഉള്ളത്. പ്യൂരിൻസ് എന്ന് പറയുമ്പോൾ അഡിനിനും ഗ്വാനിനും ആണ്. പിരമിഡിൻസ് എന്ന് പറയുമ്പോൾ സൈറ്റോസിൻ, തൈമിൻ, യുറാസിലാണ് വരുന്നത്. ഇനി നമ്മൾ പറയുന്ന ന്യൂക്ലിയോടൈഡിൽ ഉള്ളത് ഷുഗേഴ്സ് ആണ്. ന്യൂക്ലിയോടൈഡിൽ കാണുന്ന ഷുഗർ രണ്ടെണ്ണാണ് മെയിൻലി. ഒന്നെന്താണ്? റൈബോ ഷുഗർ. RNA-ൽ കാണുന്ന റൈബോ ഷുഗറും 2-ഡിയോക്സി റൈബോസ്. അത് എവിടെ ആയിരിക്കും കാണുന്നത്? DNA-ൽ കാണുന്ന 2-ഡിയോക്സി റൈബോ ഷുഗറും. ഓക്കെ, അപ്പൊ എന്താണ് അതിലെ ഡിഫറെന്റ്? അതാ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്, റെഡ് സർക്കിൾ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. എന്താണ്? ഡിയോക്സി ആണ് സെക്കൻഡ് പൊസിഷനിൽ. ഓക്കെ, സെക്കൻഡ് പൊസിഷനിൽ എന്താണ്? ഈ ഒരു ഓക്സിജൻ ഇവിടെ ഇല്ല അല്ലെ, ഓക്സിജൻ പോയിട്ടുണ്ട്. 2-ഡിയോക്സി റൈബോസ് ആണ്. അതാണ് DNA-ൽ കാണുന്നത്. RNA-ൽ കാണുന്നത് എന്താണ്? റൈബോ ഷുഗർ ആണ് RNA-ൽ കാണുന്നത്. ഓക്കെ, റൈബോ ഷുഗർ ആണ് RNA-ൽ കാണുന്നത്, ഡിയോക്സി റൈബോസ് ആണ് DNA-ൽ കാണുന്നത്. ഇവിടെ ഷുഗറിന്റെ കേസിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് 1 പ്രൈം 2 പ്രൈം 3 പ്രൈം 4 പ്രൈം 5 പ്രൈം എന്നുള്ളതാണ്. ഇപ്പം നൈട്രജൻ ബേസിൽ നമ്മൾ 1 2 3 4 എന്ന് പേര് കൊടുത്തു. അപ്പം ന്യൂക്ലിയോടൈഡിൽ നൈട്രജൻ ബേസിലാകുമ്പോൾ 1 2 3 4 5ഉം ഷുഗറിലാകുമ്പോൾ 1 പ്രൈം 2 പ്രൈം 3 പ്രൈം 4 പ്രൈം. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ. അപ്പൊ 1 പ്രൈം കാർബൺ എന്ന് പറയുന്നത് നമ്മൾ നൈട്രജൻ ബേസിലാണോ ഷുഗറിലാണോ എന്ന് ഡൗട്ട് ആവരുത്. ഷുഗറിലാണ്. കാരണം പ്രൈം യൂസ് ചെയ്യുന്നത് ഷുഗറിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാനാണ്. എവിടുന്ന്? ബേസ് നിന്ന് ഷുഗറിനെ റെപ്രസെന്റേഷൻ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രൈം നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ന്യൂക്ലിയോടൈഡിൽ ഇപ്പൊ 1 പ്രൈം കാർബൺ എന്ന് പറഞ്ഞാൽ ഇത് നൈട്രജൻ ബേസ്ഡ് അല്ല, ഷുഗർത്തതാണെന്ന് നമുക്ക് അറിയാം.
പെൻഡോസ് ആണ് ഷുഗർ എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, പെൻഡോസ് ആണ് ഷുഗർ. പെൻഡോസ് ആണ്, റൈബോസ് ആണ് അല്ലെ. റൈബോസ് ആണ് ആൽഡിഹൈഡ് കണ്ടെയ്നിങ് ആയിട്ടുള്ള ഷുഗർ ആണ്. അപ്പൊ ആൽഡോ പെൻഡോസ് ആണ് എക്സാമ്പിൾ. അതുപോലെ തന്നെ ഈ ഒരു ന്യൂക്ലിയോടൈഡിന്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ 5 മെമ്പേർഡ് റിംഗ് ആണ്. ഇപ്പൊ ഈ റിംഗ് നോക്കുകയാണെങ്കിൽ 1 2 3 4 5 അല്ലെ, 5 മെമ്പേർഡ് റിംഗ് ആണ് നമുക്കുള്ളത്. 5 മെമ്പേർഡ് റിങ്ങിനെ പലപ്പോഴും പലപ്പോഴും അല്ല പ്യുറനോസ് റിംഗ് സ്ട്രക്ചർ എന്നാണ് പറയുന്നത്. ഓക്കെ, പ്യുറനോസ് റിംഗ് സ്ട്രക്ചർ എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, പ്യൂറനോസ് റിംഗ് സ്ട്രക്ചർ എന്നാണ്. കാർബോഹൈഡ്രേറ്റ്സിൽ നമ്മൾ അതിന്റെ സ്ട്രക്ചറും എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് പറയും. 6 മെമ്പേർഡ് റിംഗ് ആകുമ്പോൾ പൈറനോസ് റിംഗ് സ്ട്രക്ചർ എന്നാണ് പറയുന്നത്. അപ്പൊ ന്യൂക്ലിയോടൈഡിൽ കാണുന്ന ഷുഗർ എന്താണ്? പെൻഡോസ് ആണ്, ആൽഡോസ് ആണ്, റൈബോസ് ആണ്, പ്യൂറനോസ് റിംഗ് സ്ട്രക്ചർ ആണ് കാണുന്നത് അല്ലെ. അതുപോലെ തന്നെ ഇവര് ബീറ്റ ഫോം ആണ്. ഓക്കെ, ഈ ഒ എച്ച് എബോവ് ദ പ്ലെയിൻ വരുന്നതിനെ ബീറ്റ ഫോം എന്നും, താഴത്തേക്ക് ബിലോ ദ പ്ലെയിൻ ആണ് ഒ എച്ച് വരുന്നതിന് ആൽഫ ഫോം എന്നും പറയും. ഓക്കെ, അത് ആനോമർ ഫോം ചെയ്യുന്ന ആനോമേഴ്സ് ആണ്. ആൽഫ ആൻഡ് ബീറ്റ ആനോമേഴ്സ് ആണ്. അതും നമ്മൾ കാർബോഹൈഡ്രേറ്റ്സിൽ പഠിക്കും. കാരണം എന്താ, ലീനിയർ ഫോം ആയിട്ടുള്ള ഷുഗർ, ഇപ്പം റൈബോസിന് ലീനിയർ ഫോമും ഉണ്ട്. ഓക്കെ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഇപ്പൊ ലീനിയർ ഫോം ആയിട്ടുള്ളത് സൈക്ലൈസേഷൻ ഫോം ആകുമ്പോൾ ഉള്ള രണ്ട് ഫോമുകളാണ് ഈ ഒരു ആൽഫ ആൻഡ് ബീറ്റ വരുന്നത്. ആ ഒരു ഒ എച്ചിന്റെ ന്യൂക്ലിയോഫിലിക് അറ്റാക്കിന്റെ ഫലമായിട്ടാണ് ആൽഫ ബീറ്റ ഫോം വരുന്നത്. അതെങ്ങനെയാണ് അതിന്റെ മെക്കാനിസം ഒക്കെ നമുക്ക് കാർബോഹൈഡ്രേറ്റ്സിൽ പഠിക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ ബീറ്റ ഫോം ആണ്, ആൾഡോസ് ആണ്, പെൻഡോസ് ആണ്, റൈബോസ് ആണ്. അതുപോലെ തന്നെ നമുക്കറിയാം എന്താണ്, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്നത് ഈ ഒരു 5 പ്രൈം കാർബണിലേക്കാണ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്നത്. ഇനി അടുത്ത ന്യൂക്ലിയോടൈഡ് ന്യൂക്ലിക് ആസിഡ് ആകുമ്പോൾ എന്താണ്, ഈ ഒരു 3 പ്രൈം ഒ എച്ചിലേക്കാണ് അടുത്ത ന്യൂക്ലിയോടൈഡിന്റെ 5 പ്രൈം ഫോസ്ഫേറ്റ് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു കണ്ടൻസേഷൻ റിയാക്ഷനും പോളിമറൈസേഷൻ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഷുഗർ നമുക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു, ന്യൂക്ലിയോടൈഡിലെ ഷുഗർ. ഓക്കെ, അടുത്തത് ഈ ഒരു സൈക്ലൈസേഷൻ എന്നുള്ള ഒരു സംഗതി കൂടെ ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാം. ഇപ്പൊ ലീനിയർ ഫോമിലും കാണാം. അപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിൽ റെപ്രസെന്റേഷൻ എങ്ങനെ കാണാം, ലീനിയർ ആയിട്ടുള്ള ഷുഗറും കാണാം, അതുപോലെ തന്നെ എന്തായിട്ട് കാണാം, സൈക്ലൈസ്ഡ് ആയിട്ടുള്ള ഷുഗറും കാണാം. ഓക്കെ, അപ്പൊ ലീനിയർ ആയിട്ടുള്ള ആ ഒരു ഷുഗറിനെ സൈക്ലൈസേഷൻ നടക്കുമ്പോൾ എന്ത് ചെയ്യാം, അവർക്ക് ഫൈവ് 5 മെമ്പേർഡ് റിംഗ് ആയിട്ടുള്ള ഫ്യൂറനോസും ഫോം ചെയ്യാം, 6 മെമ്പേർഡ് ആയിട്ടുള്ള പയർനോസ് റിംഗ് സ്ട്രക്ചറും ഫോം ചെയ്യാം. ഇപ്പൊ രണ്ട് രീതിയിൽ ഫോം. ഡി എൻ എയിലും ആർ എൻ എയിലും ന്യൂക്ലിയോടൈഡിൽ കാണുന്നത് ഫ്യൂറനോസ് ഫോം ആണ്, 5 മെമ്പേർഡ് റിംഗ് ആണ്. പക്ഷെ നമുക്കറിയാം 6 മെമ്പേർഡ് റിംഗും പോകും. അപ്പൊ ഗ്ലൂക്കോസിന്റെ ഒക്കെ സ്ട്രക്ചർ പലപ്പോഴും ഗ്ലൂക്കോസ് 6 കാർബൺ ആണ്. ഓക്കെ, ഇത് 5 കാർബണിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പം ഗ്ലൂക്കോസിന്റെ ഒക്കെ ചിലപ്പോഴും നിങ്ങൾ 6 മെമ്പേർഡ് റിംഗ് സ്ട്രക്ചർ ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പം സൈക്ലൈസേഷന്റെ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട് ഇവര്, ആ ഒരു 5 മെമ്പേർഡും 6 മെമ്പേർഡും റിംഗ് ഫോം ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു കേസിൽ നോക്കുകയാണെങ്കിൽ കണ്ടില്ല, ഒ എച്ച് അബോവ് ദ പ്ലെയിനും ഒ എച്ച് ബിലോ ദ പ്ലെയിൻ ആയിട്ട് രണ്ട് രീതിയിൽ നമുക്ക് കാണാം. ഓക്കെ, അപ്പം 5 മെമ്പേർഡിൽ തന്നെ ഒ എച്ച് അബോവ് ദ പ്ലെയിനും ബിലോ ദ പ്ലെയിൻ ആയിട്ട് കാണാം. അത് ആൽഫ ബീറ്റ ഫോമാണ്. അബോവ് ദ പ്ലെയിനുള്ള ബീറ്റ ഫോമാണ് നമ്മളെ ന്യൂക്ലിയോടൈഡിൽ കാണുന്നത്. പിന്നെ നമുക്കറിയാം എന്ത് ചെയ്യുന്നുണ്ട്, ന്യൂക്ലിക് ആസിഡ് ഫോം ചെയ്യുമ്പം അല്ലെ, ന്യൂക്ലിക് ആസിഡ് ഫോം ചെയ്യുമ്പോൾ അല്ലെ, ഡി എൻ എ ഒക്കെ എന്താണ്, ഡബിൾ സ്ട്രാൻഡ് ആണ് അല്ലെ. നമ്മളെ ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള ന്യൂക്ലിക് ആസിഡ് ആയിട്ടുള്ള ഡി എൻ എക്ക് ഡബിൾ സ്ട്രാൻഡ് ആണ്. അപ്പൊ എങ്ങനെയാണ് ആ ഡബിൾ സ്ട്രാൻഡ് ഫോം ചെയ്യുന്നതെന്ന് വെച്ചാൽ ബേസിക്കലി എന്താണ്, ബേസ് പെയറിങ് വഴിയാണ് അല്ലെ. ബേസുകൾ പരസ്പരം പെയർ ചെയ്യുന്നുണ്ട്. എങ്ങനെ, ഹൈഡ്രജൻ ബോണ്ട് വഴിയാണ് ബേസുകൾ പെയർ ചെയ്യുന്നത്. അപ്പം ബേസുകളായിട്ടുള്ള അഡിനിൻ തൈമിൻ ആയിട്ടാണ് പെയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ സൈറ്റോസിൻ ഗ്വാനിൻ ആയിട്ടാണ് പെയർ ചെയ്യുന്നത്. അഡിനിൻ തൈമിനായിട്ട് 2 ഹൈഡ്രജൻ ബോണ്ടാണ് ഫോം ചെയ്യുന്നത്. ആൻഡ് സൈറ്റോസിൻ ഗ്വാനിനായിട്ട് 3 ഹൈഡ്രജൻ ബോണ്ടാണ് ഫോം ചെയ്യുന്നത്. നമുക്ക് അറിയാവുന്ന കാര്യം തന്നെ, അഡിനിൻ തൈമിനായിട്ട് പെയർ ഫോം ചെയ്യുന്നുണ്ട്, സൈറ്റോസിൻ ഗ്വാനിനായിട്ട് പെയർ ഫോം ചെയ്യുന്നത്. അഡിനിൻ തൈമിനായിട്ട് 2 ഹൈഡ്രജൻ ബോണ്ടാണ് ഫോം ചെയ്യുന്നത്, സൈറ്റോസിൻ ഗ്വാനിനായിട്ട് 3 ഹൈഡ്രജൻ ബോണ്ടാണ് ഫോം ചെയ്യുന്നത്. പിന്നെ വേറൊരു സംഗതി നമുക്ക് പറയാനുള്ളത്, ഞാൻ പറഞ്ഞത് സൈക്ലൈസ് ചെയ്തിട്ട് ഈ ഒരു ഷുഗർ ഫോം ചെയ്തു അല്ലെ, റൈബോ ഷുഗർ അല്ലെങ്കിൽ ഡിയോക്സി റൈബോ ഷുഗർ ഫോം ചെയ്തു. അപ്പൊ ന്യൂക്ലിയോടൈഡില് ഈ ഒരു ഷുഗർ കംപ്ലീറ്റ് ഒരു പ്ലെയിനിൽ, ഇപ്പൊ ഈ ഒരു പിക്ചറിൽ റെപ്രസെന്റ് ചെയ്ത മാതിരി ഒരു പ്ലാനാർ ആയിട്ടാണോ നമ്മളെ റൈബോ ഷുഗർ കാണുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല.
പ്ലാനാർ ആയിട്ടല്ല നമ്മളെ ഷുഗർ ന്യൂക്ലിയോടൈഡിൽ കാണുന്നത്. ഷുഗറിനൊരു പക്കറിങ് സംഭവിക്കുന്നുണ്ട്. ഓക്കെ, ഷുഗറിനൊരു പക്കറിങ് സംഭവിക്കുന്നുണ്ട്. പക്കറിങ് എന്ന് പറഞ്ഞാൽ എന്താ? ആ ഒരു ചില കാർബൺ അബോവ് ദ പ്ലെയിനും ചിലത് ബിലോ ദ പ്ലെയിൻ ആയിട്ടും കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ പ്യുവർ എൻവലപ്പ് ഫോം ആണ് ന്യൂക്ലിയോടൈഡിൽ കാണുന്ന പക്കറിങ് നമുക്ക് പറയാൻ കഴിയും. അത് രണ്ട് രീതിയിലാണ് കാണുന്നത്. ഒന്നെന്താ? ടു പ്രൈം എൻഡോ ഫോമും ത്രീ പ്രൈം എൻഡോ ഫോമും. ഇപ്പൊ ഇതൊരു ഷുഗർ പക്കറിങ്ങിന് എക്സാമ്പിൾ. ഷുഗർ എന്താണ്? പ്ലാനാർ അല്ല. നമ്മളെ റൈബോ ഷുഗർ നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ, അല്ലെ, നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ അത് പ്ലാനാർ അല്ല ബേസിക്കലി. ഓക്കെ, പ്ലാനാർ അല്ല, ഒരു പ്ലെയിനിലല്ല നമ്മൾ ഷുഗർ കാണുന്നത്. പക്ഷെ പകരം എന്താണ്? അവർക്കൊരു പക്കറിങ് കാണുന്നുണ്ട്. അപ്പൊ എന്തൊക്കെ രണ്ട് രീതിയിലാണ് കാണുന്നത്. ഒന്ന് എന്താണ്? ടു പ്രൈം എൻഡോ പക്കറിങ് കാണാം, അല്ലെങ്കിൽ ഈ ത്രീ പ്രൈം എൻഡോ പക്കറിങ് കാണാം. അപ്പൊ ഇതൊക്കെ എവിടെയൊക്കെ കാണുന്നു എന്നുള്ളത് നമ്മൾ എക്സാമ്പിൾ പറയുന്നുണ്ട്. DNA ഡിഫറെന്റ് ABZ DNA പറയുമ്പോൾ നമ്മൾ പറയും ത്രീ പ്രൈം എൻഡോ പക്കറിങ് കാണുന്നത് എവിടെ, ടു പ്രൈം എൻഡോ പക്കറിങ് കാണുന്നത് എവിടെയാണ്. അപ്പൊ ഷുഗറിൽ ഇപ്പൊ ഈ ഒരു കേസിൽ എന്തുകൊണ്ടായിരിക്കും ആ പേര് വന്നിട്ടുള്ളത്? ഈ ഒരു ടു പ്രൈം കാർബൺ എന്താണ്? എബോവ് ദ പ്ലെയിൻ ആയിട്ടാണ് കാണുന്നത്, അല്ലെങ്കിൽ ഫൈവ് പ്രൈം കാർബണിന്റെ ആ ഒരു ഡയറക്ഷനിലേക്കാണ് കാണുന്നത്, അല്ലെ? ടു പ്രൈം കാർബൺ എബോവ് ദ പ്ലെയിനും ത്രീ പ്രൈം കാർബൺ എന്തായിരിക്കും? അപ്പോൾ എന്തായാലും ബിലോ ദ പ്ലെയിൻ ആയിട്ടാണ് കാണുന്നത്. അത്തരത്തിലുള്ള ഷുഗർ പക്കറിങ്ങിനെ നമ്മൾ പറയുന്നതാണ് ടു പ്രൈം എൻഡോ പക്കറിങ്. അപ്പൊ ത്രീ പ്രൈം എൻഡോ എന്നുള്ളത് പേരെന്തായിരിക്കും? ത്രീ പ്രൈം കാർബൺ ഈ ഒരു ഫൈവ് പ്രൈം കാർബണിന്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ അബോവ് ദ പ്ലെയിൻ ആയിട്ട്, ടു പ്രൈം കാർബൺ എന്തായിരിക്കും? ബിലോ ദ പ്ലെയിൻ ആയിട്ട് കാണുന്ന ആ ഒരു കൺഫർമേഷൻ ആണ് ത്രീ പ്രൈം എൻഡോ പക്കറിങ്. ആണ് ഒരു തവണ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ബി പാർട്ടിൽ, ഈ ഒരു സെയിം ടു പ്രൈം എൻഡോ ത്രീ പ്രൈം എൻഡോ പക്കറിങ്. അപ്പൊ എന്താ നമ്മൾ പറഞ്ഞിട്ടുള്ളത്? ഒന്നുകൂടെ പറയാലോ? ഓക്കെ, അപ്പൊ നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്? ഷുഗർ പക്കറിംഗ് ആണ്. അതായത് ഞാനിപ്പം ഒരു ന്യൂക്ലിയോടൈഡിലെ ഷുഗർ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്തിരുന്നത്, അല്ലെ? ഈ ഒരു ഫിറനോസ് റിംഗ് സ്ട്രക്ചർ ആയിരുന്നു ഷെക്ക് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഒരു പ്ലാനാർ ആയിട്ടല്ല, ഒരു പ്ലെയിനിൽ ഇങ്ങനെ ഒറ്റ പ്ലാനാർ ആയിട്ട് ഒരു ഒരു ഇപ്പൊ ഒരു ബുക്ക് മാതിരി അല്ല എന്ത് നമ്മളെ ഷുഗർ കാണുന്നത്. ഷുഗറിന് എന്തുണ്ട്? ന്യൂക്ലിയോടൈഡിൽ രണ്ട് ടൈപ്പ് ഓഫ് പക്കറിങ് കാണുന്നുണ്ട്. ഓക്കെ, പക്കറിങ് എന്ന് പറയുമ്പോൾ അവർ ഒന്ന് എബോവ് ദ പ്ലെയിൻ, അത് അഞ്ച് കാർബൺ ഉണ്ടല്ലോ, അതിൽ രണ്ടാമത്തെ കാർബണും മൂന്നാമത്തെ കാർബണും എന്ത് ചില സമയത്ത് എബോവ് ദ പ്ലെയിൻ ആയിട്ടും ബിലോ ദ പ്ലെയിൻ ആയിട്ടും കാണുന്നുണ്ട്. അപ്പൊ രണ്ട് രീതിയിലാണ് പക്കറിങ് മെയിൻലി കാണുന്നത്. പ്യുവർ എൻവലപ്പ് ഫോം ആണ് ഇത് രണ്ട്. ഓക്കെ, അതിൽ രണ്ട് രീതിയിലാണ് കാണുന്നത്. ടു പ്രൈം എൻഡോയും ത്രീ പ്രൈം എൻഡോയും. ടു പ്രൈം എൻഡോ എന്ന് പറയുമ്പോൾ എന്താണ്? ആ ഒരു ടു പ്രൈം കാർബൺ എബോവ് ദ പ്ലെയിൻ, അല്ലെ? ടു പ്രൈം കാർബൺ എബോവ് ദ പ്ലെയിൻ ആണ്, അഥവാ ഫൈവ് പ്രൈം കാർബണിന്റെ ഈ ഒരു ഡയറക്ഷനിലേക്ക്. ഓക്കെ, ടു പ്രൈം കാർബൺ എബോവ് ദ പ്ലെയിൻ അഥവാ ഫൈവ് പ്രൈം കാർബണിന്റെ ഡയറക്ഷനിലേക്ക് പോകുന്നതിനാണ് ടു പ്രൈം എൻഡോ കൺഫർമേഷൻ. അപ്പം ടു പ്രൈം എൻഡോ കൺഫർമേഷൻ ആകുമ്പോൾ ഡെഫിനറ്റ്ലി എന്തായിരിക്കും? ത്രീ പ്രൈം കാർബൺ ബിലോ ദ പ്ലെയിൻ ആയിട്ടായിരിക്കും കാണാം. കാരണം ഇതൊരു പ്യുവർ എൻവലപ്പ് ഫോം ആണ്. അതായത് ഒന്ന് എബോവ് ദ പ്ലെയിൻ ആകുമ്പോൾ ഡെഫിനറ്റ്ലി അടുത്തത് ബിലോ ദ പ്ലെയിൻ ആവുന്ന ടൈപ്പ് ഓഫ് കൺഫർമേഷൻ. ത്രീ പ്രൈം എൻഡോ കൺഫർമേഷന്റെ കേസ് നോക്കുകയാണെങ്കിലോ, ത്രീ പ്രൈം കാർബൺ എബോവ് ദ പ്ലെയിൻ ആവുമ്പം ടു പ്രൈം കാർബൺ ബിലോ ദ പ്ലെയിൻ ആണ്. അപ്പൊ എബോവ് ദ പ്ലെയിൻ എന്ന് പറയുമ്പോൾ ഫൈവ് പ്രൈം കാർബണിന്റെ ആ ഒരു ഡയറക്ഷനിലേക്ക്. ഓക്കെ, അപ്പൊ ടു പ്രൈം എൻഡോ ആൻഡ് ത്രീ പ്രൈം എൻഡോ കൺഫർമേഷൻ ക്ലിയർ ആയിട്ടുണ്ടോ? ക്ലിയർ ആയിട്ടില്ലേ? അടുത്തൊരു കൺഫർമേഷൻ നമുക്ക് പറയാനുള്ളത് ആന്റി ആൻഡ് സിൻ കൺഫർമേഷൻ ആണ്. അത് ഗ്ലൈക്കോസിഡിക് ബോണ്ടിന്റെ കൺഫർമേഷൻ ആണ്. ഇതാ ഇവിടെ ഗ്ലൈക്കോസിഡിക് ബോണ്ട് ഉണ്ട്, അല്ലെ? നമ്മൾ പറഞ്ഞിരുന്നു ഷുഗർ ബേസ് ആയിട്ട് അറ്റാച്ച് ചെയ്യുന്നത് ഗ്ലൈക്കോസിഡിക് ബോണ്ട് വഴിയാണ്, അല്ലെ? ഗ്ലൈക്കോസിഡിക് ബോണ്ട് വഴിയാണ് ഷുഗർ എന്തായിട്ട് ബേസ് ആയിട്ട് അറ്റാച്ച് ചെയ്യുന്നത്. പ്യൂരിൻസ് ആകുമ്പോൾ എന്തായിരിക്കും? നയൻത്ത് പൊസിഷനിലേക്കാണ് അവർ അറ്റാച്ച് ചെയ്യുന്നത്. പിരമിഡിൻസ് ആകുമ്പോൾ ഫസ്റ്റ് പൊസിഷനിലേക്കാണ് അറ്റാച്ച് ചെയ്യുന്നത്. ഓക്കെ, പ്യൂരിൻസ് ആകുമ്പോൾ നയൻത്ത് പൊസിഷനിലേക്കാണ് ഗ്ലൈക്കോസിഡിക് ബോണ്ട്. പിരമിഡിൻസ് ആകുമ്പോൾ സിംഗിൾ റംഗുള്ളൂ, ഫസ്റ്റ് പൊസിഷൻ. ഇവിടെ ഒന്നാമത്തെ കാർബൺ തന്നെ കേട്ടോ, ഒന്നാമത്തെ കാർബൺ അല്ലെങ്കിൽ ഫസ്റ്റ് ഫസ്റ്റ് പ്രൈം കാർബൺ നമുക്കറിയാം. ഷുഗറിന്റെ ഫസ്റ്റ് പ്രൈം കാർബൺ പ്യൂരിൻസിന്റെ നയൻത്ത് നൈട്രജനിലേക്കാണ് ഗ്ലൈക്കോസിഡിക് ബോണ്ട് ഫോം ചെയ്യുന്നത്, അല്ലെ? പ്യൂരിൻസ് ആകുമ്പോൾ അഡിനിനും ഗ്വാനിനും അതിന്റെ നയൻത്ത് പൊസിഷനിലേക്കും. ഇനി
പിരമിഡിൻസിനാകുമ്പോൾ സൈറ്റോസിൻ യുറാസിൽ തൈമിനാകുമ്പോൾ അവിടെ സിംഗിൾ റിങ്ങുകളിലും അപ്പൊ അവരെ ഫസ്റ്റ് പ്രൈം കാർബൺ ഫസ്റ്റ് പൊസിഷനിലേക്കാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ഗ്ലൈക്കോസിഡിക് ബോണ്ട് ഫോം ചെയ്യുന്നത്. പക്ഷെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് രണ്ട് കൺഫർമേഷൻ ആണ്. ഇതെന്താന്ന് പറഞ്ഞാൽ വെച്ചാൽ ഇത് ആന്റി കൺഫർമേഷൻ എന്നാണ് ഇതിനെ പറയാം. ഗ്ലൈക്കോസിഡിക് ബോണ്ടിന്റെ കൺഫർമേഷൻ ആണ് ഇത്. സിൻ കൺഫർമേഷൻ എന്നാണ് പറയാം. ആന്റി കൺഫർമേഷനും സിൻ കൺഫർമേഷനും. അപ്പൊ ഈ ഒരു ഗ്ലൈക്കോസിഡിക് ബോണ്ട് എവേ ഫ്രം ദ ന്യൂക്ലിയോ, നമ്മളെ റൈബോ ഷുഗർ അല്ലെ, റൈബോ ഷുഗറിന് എവേ ആയിട്ടാണ് ഗ്ലൈക്കോസിഡിക് ബോണ്ട് കാണുന്നതെങ്കിൽ ആ ഒരു കൺഫർമേഷനാണ് എന്ത് ചെയ്യുന്നത്, അതായത് നമ്മൾ ഈ ഒരു ബേസസ് ഗ്ലൈക്കോസിഡിക് ബോണ്ടിലുള്ള ബേസസ് എവേ ഫ്രം ദ ഷുഗർ അല്ലെ, ഗ്ലൈക്കോസിഡിക് ബോണ്ടിലുള്ളതാണ് ഗ്ലൈക്കോസിഡിക് ബോണ്ട്. ഗ്ലൈക്കോസിഡിക് ബോണ്ടിലുള്ള ബേസ് എവേ ഫ്രം ദ ന്യൂക്ലിയോടൈഡ്, സോറി എവേ ഫ്രം ദ ഷുഗർ, നമ്മളെ റൈബോ ഷുഗറിന് എവേ ആയിട്ടാണ് ഈ ഒരു ഗ്ലൈക്കോസിഡിക് ബോണ്ടിലുള്ള ബേസ് കാണുന്നതെങ്കിൽ ആന്റി കൺഫർമേഷൻ ആണ്. ഇതാണ് മോസ്റ്റ് സ്റ്റേബിളും മെജോറിറ്റി ഓഫ് കേസിൽ കാണുന്നത്. കാരണം എന്താ, എവേ ആണ്, സ്റ്റെറിക് ഹിൻഡ്രൻസ് ഒക്കെ കുറവായിട്ടായിരിക്കും കാണുന്നത്. സിൻ കൺഫർമേഷൻ എന്നാണെങ്കിലോ ജസ്റ്റ് എബോവ് ആയിരിക്കും ഈ ഒരു വരിക, ആര് നമ്മളെ ബേസ് എന്തായിരിക്കും, ഷുഗറിന് ജസ്റ്റ് എബോവ് ആയിട്ടായിരിക്കും കാണുന്നത്. അതാണ് സിൻ കൺഫർമേഷൻ. ഇതും എവിടെയാണ് ഉണ്ടാകുന്നതൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഈ 2' 3' പോലെ തന്നെ ഒരു ഗ്ലൈക്കോസിഡിക് ബോണ്ടിന്റെ കൺഫർമേഷൻ ആണ് ആന്റി ആൻഡ് സിൻ കൺഫർമേഷൻ. ആന്റി കൺഫർമേഷൻ എന്ന് പറയുന്നത് എന്താണ്, റൈബോ ഷുഗർ അല്ലെ, റൈബോസ് നമ്മളെ ഷുഗർ എന്താണ്, ബേസ് ബേസ് എന്തായിരിക്കും, എവേ ഫ്രം ആയിരിക്കും, ഷുഗറിന് എവേ ആയിട്ടായിരിക്കും നമ്മൾ ബേസ് കാണുന്നത്. അതാണ് ആന്റി കൺഫർമേഷൻ. മോർ സ്റ്റേബിൾ ഇതായിരിക്കും കാണുന്നത്. പക്ഷെ സിൻ കൺഫർമേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, നമ്മൾ ബേസ് ഷുഗറിന് ജസ്റ്റ് എബോവ് ആയിട്ടായിരിക്കും കാണുന്നത്. ഇതാണ് സിൻ കൺഫർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടോ? വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. പക്ഷെ ഇതിന്നൊക്കെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് കേട്ടോ. ആന്റി സിൻ കൺഫർമേഷൻ ഒക്കെ ബി പാർട്ടിൽ നമുക്ക് ക്വസ്റ്റ്യന് വന്നിട്ടുണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യന്. നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇനി നമ്മളിപ്പോ ന്യൂക്ലിയോടൈഡ് പഠിച്ചു കഴിഞ്ഞു അല്ലെ, ന്യൂക്ലിയോടൈഡ് പഠിച്ചു കഴിഞ്ഞു. ഇനി എങ്ങനെയാണ് അവർ ന്യൂക്ലിക് ആസിഡ് ആയിട്ട് മാറുന്നത്, ന്യൂക്ലിയോടൈഡുകൾ എങ്ങനെയാണ് ന്യൂക്ലിക് ആസിഡ് ആയിട്ട് മാറുന്നത്? ബേസിക്കലി കണ്ടൻസേഷൻ റിയാക്ഷൻ വഴിയാണ് അല്ലെ. ന്യൂക്ലിയോടൈഡ് ന്യൂക്ലിക് ആസിഡ് ആയിട്ട് മാറുന്നത് ബേസിക്കലി എന്താണ്, കണ്ടൻസേഷൻ റിയാക്ഷൻ വഴിയാണ്. ഈ ഒരു കേസിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു ന്യൂക്ലിക് ആസിഡിന്റെ ബാക്ക് ബോൺ ഉണ്ടാവുന്ന ഒരു കാര്യമാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ബേസിക് ആയിട്ടുള്ള കാര്യം തന്നെയാണ്, നമുക്ക് അറിയാവുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അപ്പൊ തന്നെ ചോദിക്കാം. നമ്മൾ പറഞ്ഞിരുന്നു 3' ഈ ഒരു കാർബണിന്റെ ഇമ്പോർട്ടൻസ് അല്ലെ. 3' കാർബണിൽ എന്തുണ്ട്, OH ഉണ്ട്. 3' കാർബണിൽ OH ഉണ്ട്. ഇവരാരായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്, നമ്മളെ 5' ഫോസ്ഫേറ്റ് കണ്ടില്ലേ, 5' ഫോസ്ഫേറ്റിലുള്ള OH ആയിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഒരു എസ്റ്റർ ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്. എങ്ങനെ, വാട്ടർ OH-ഉം H-ഉം കൂടി വാട്ടർ റിലീസ് ചെയ്യുന്നുണ്ട്. ഉണ്ടല്ലേ, H2O എന്ത് ചെയ്യുന്നുണ്ട്, റിലീസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു O എന്നുള്ളൊരു ബോണ്ട് ഫോം ചെയ്യാണ് ചെയ്യുന്നത്. ഇതൊരു എസ്റ്റർ ബോണ്ടാണ്. എന്താ പറഞ്ഞിട്ടുള്ളത്, നമുക്കറിയാം നമ്മൾ ന്യൂക്ലിയോടൈഡായി അല്ലെ, ന്യൂക്ലിയോടൈഡുകൾ ജോയിൻ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ന്യൂക്ലിക് ആസിഡ് ഫോം ചെയ്യുന്നത്. ഇപ്പൊ RNA കേസാണ് റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ്, DNA കേസാണ് ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ്, അതാണ് പോളിമർ അല്ലെ. മോണോമേഴ്സ് കണ്ടൻസേഷൻ റിയാക്ഷൻ വഴിയാണ് പോളിമർ ഫോം ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാണ്, 5' to 3' ഡയറക്ഷൻ ആണ് നമ്മൾ പലപ്പോഴും പറയാറുള്ളത് അല്ലെ. നമ്മൾ പഠിച്ചിട്ടുണ്ട് 5' to 3' ഡയറക്ഷനിലാണ് ഈ ഒരു പോളിമറൈസേഷൻ റിയാക്ഷൻ നടക്കുന്നത് എന്നുള്ളത്. അപ്പൊ നോക്കുകയാണെങ്കിൽ എന്താണ്, 3' കാർബൺ 3' കാർബൺ അല്ലെ, 3' ആണ് ഈ കാർബൺ. ഇവിടെ എന്തുണ്ട്, OH ഗ്രൂപ്പ് ഉണ്ട്. നമ്മളെ 5' തൊട്ട താഴത്തുള്ള ന്യൂക്ലിയോടൈഡ്, ഇത് ന്യൂക്ലിയോടൈഡ് 1, ഇത് ന്യൂക്ലിയോടൈഡ് 2. ന്യൂക്ലിയോടൈഡ് 1, ന്യൂക്ലിയോടൈഡ് 2. തൊട്ട താഴത്തുള്ള ആ ഒരു നമ്മളെ ന്യൂക്ലിയോടൈഡ്, അതിന്റെ എന്താണ്, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്. ഇവിടെ OH ഉണ്ട് അല്ലെ. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, വാട്ടർ റിലീസ് ചെയ്യുന്നുണ്ട്. ഈ OH-ഉം H-ഉം കൂടി ആയിട്ട് വാട്ടർ റിലീസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു O ബോണ്ട് വരുന്നത്, ഇതൊരു ഫോസ്ഫോ എസ്റ്റർ ബോണ്ടാണ് ഫോം ചെയ്യുന്നത്. ഫോസ്ഫോ എസ്റ്റർ ബോണ്ട് ആണ് പറയുന്നത്. അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് നമ്മളെ ഷുഗറിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്,
അതും ഒരു ഫോസ്ഫോ എസ്റ്റർ ബോണ്ടാണ്. ഓക്കെ. അങ്ങനെ രണ്ട് ഫോസ്ഫോ എസ്റ്റർ ബോണ്ട് ഈ ഒരു ബാക്ക് ബോൺ ഉള്ളത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ എന്ത് പറയുന്നത്, ഫോസ്ഫോ ഡയസ്റ്റർ ബോണ്ട് എന്ന് പറയുന്നത്. ഒന്നും കൂടി പറയാം. അപ്പൊ ആദ്യത്തെ ഈ ഒരു ഫോസ്ഫോ എസ്റ്റർ ബോണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇപ്പൊ ന്യൂക്ലിയോടൈഡിന്റെ ഒരു കേസ് നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഇവിടെ ഗ്ലൈക്കോസിഡിക് ബോണ്ട് ആണ്. ഈ ഒരു CH2OH ഉണ്ടായിരുന്നു ഇവിടെ. ഫോസ്ഫേറ്റ് അറ്റാച്ച് ചെയ്യുന്നതിന് മുന്നേ CH2OH ആയിരുന്നു അല്ലെ. ന്യൂക്ലിയോസൈഡ് ആകുമ്പോൾ എന്താണ് ഇവിടെ CH2OH ആയിരുന്നു. പിന്നെ ഫോസ്ഫേറ്റ് അവിടെ അറ്റാച്ച് ചെയ്യുന്നത് എങ്ങനെയാണ്, ഫോസ്ഫോ എസ്റ്റർ ബോണ്ട് വഴിയാണ്. അങ്ങനെ രണ്ട് ഫോസ്ഫോ എസ്റ്റർ ബോണ്ട് ഉള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഫോസ്ഫോ ഡയസ്റ്റർ ലിങ്കേജ് എന്ന് പറയുന്നത്. ഓക്കെ. കണ്ടൻസേഷൻ റിയാക്ഷൻ ആണ്, ബേസിക് ആയിട്ടുള്ള റിയാക്ഷൻ ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ അങ്ങനെ ന്യൂമറസ് ആയിട്ടുള്ള, ഇനിയിപ്പോ അടുത്ത താഴത്ത് അവിടെ ഒരു 3' OH ഉണ്ട്. ഈ ഒരു 3' OH തൊട്ട താഴത്തുള്ള ന്യൂക്ലിയോടൈഡിന്റെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് 5' അറ്റാച്ച് ചെയ്തിട്ടുള്ള ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്നു, ബോണ്ട് ഫോം ചെയ്യുന്നു. അങ്ങനെ എന്തായിരുന്നു, ന്യൂക്ലിയോടൈഡിന്റെ പോളിമറൈസേഷൻ റിയാക്ഷൻ നടന്നിട്ട് നമുക്ക് എന്തായിട്ട് കിട്ടും, ന്യൂക്ലിക് ആസിഡുകൾ കിട്ടുന്നതായിരിക്കും. ക്ലിയർ അല്ലേ? അപ്പൊ ന്യൂക്ലിയോ ഓക്കെ. അപ്പൊ നമ്മള് DNA ഇനിയിപ്പോ പറയാൻ പോകുന്ന പ്രോട്ടീനുകൾ നമ്മൾ പഠിക്കും. ഇനി കുറച്ച് ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മളൊരു മൂന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ അമിനോ ആസിഡുകൾ പഠിക്കും. അത് കഴിഞ്ഞിട്ട് പ്രോട്ടീൻ പറയും. അപ്പൊ നമ്മൾ അതിന്റെയൊക്കെ പ്രോട്ടീന്റെ ഒക്കെ പ്രൈമറി സെക്കൻഡറി ടെർഷ്യറി സ്ട്രക്ചർ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പോൾ പ്രൈമറി സെക്കൻഡറി ടെറിഷ്യറി. ഓക്കെ. അപ്പൊ പ്രോട്ടീന്റെ കേസ് ആണെങ്കിൽ നമുക്കറിയാം, ഇപ്പം അമിനോ ആസിഡ് സീക്വൻസ് ആണ് അതിന്റെ പ്രൈമറി സ്ട്രക്ചർ. പിന്നെ സെക്കൻഡറി സ്ട്രക്ചറിലാണ് ആൽഫ ഹെലിക്സ്, ബീറ്റ ഷീറ്റ്, പ്ലീറ്റഡ് ഷീറ്റ് ഒക്കെ പഠിച്ചിട്ടുള്ളത്. ടെറിഷ്യറി സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഒരു പോളിപെപ്റ്റൈഡിന് അറ്റൈൻ ചെയ്യാൻ കഴിയുന്ന മാക്സിമം ഒരു കൺഫർമേഷൻ ആണ് അതിന്റെ ടെറിഷ്യറി സ്ട്രക്ചർ. അപ്പോൾ മയോഗ്ലോബിനൊക്കെ ഒറ്റ പോളിപെപ്റ്റൈഡ് ഉണ്ടതുകൊണ്ട് അതിന് അറ്റൈൻ ചെയ്യാൻ കഴിയുന്ന മാക്സിമം കൺഫർമേഷൻ ടെറിഷ്യറി സ്ട്രക്ചർ ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഈ ഹീമോഗ്ലോബിനൊക്കെ ഒന്നിൽ കൂടുതൽ പോളിപെപ്റ്റൈഡ് ഉണ്ടായതുകൊണ്ടും, അല്ലെങ്കിൽ ഇപ്പം ബാക്കി ഏത് എൻസൈം ഒന്നിൽ കൂടുതൽ സബ് യൂണിറ്റും ഒന്നിൽ കൂടുതൽ പോളിപെപ്റ്റൈഡ് ഉള്ള സബ് യൂണിറ്റുകൾ ഇന്ററാക്ട് ചെയ്ത് ഫോം ചെയ്യുന്ന ക്വാട്ടേണറി സ്ട്രക്ചർ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എന്തുണ്ട്, നമ്മളെ DNA-ക്കും എന്തുണ്ട്, പ്രൈമറി സെക്കൻഡറി ടെർഷ്യറി ക്വാട്ടേണറി സ്ട്രക്ചർ ഉണ്ട്. പ്രൈമറി സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇപ്പം പ്രോട്ടീന്റെ കേസ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞ അമിനോ ആസിഡ് സീക്വൻസ് ആണ്. പ്രൈമറി സ്ട്രക്ചർ ഓഫ് DNA-ന്റെ കേസ് എന്തായിരിക്കും, അതിന് ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ആണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു പ്രൈമറി സ്ട്രക്ചർ എന്ന് പറയുന്നത്. 5' എൻഡ് ഉണ്ടായിരിക്കും, 3' എൻഡ് ഉണ്ടായിരിക്കും അല്ലെ. 5' എൻഡ് ഉണ്ടായിരിക്കും, 3' എൻഡ് ഉണ്ടായിരിക്കും. സെക്കൻഡറി സ്ട്രക്ചർ എന്ന് പറയുന്നതാണ് ബേസിക്കലി, ജസ്റ്റ് കേട്ടാൽ മതി, ചോദിച്ചിട്ടൊന്നുമില്ല. സെക്കൻഡറി സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഈ ഒരു പ്രൈമറി സ്ട്രക്ചറിന്റെ, ഇപ്പം ടെറിഷ്യറി സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ആ ഒരു ന്യൂക്ലിയോടൈഡിന്റെ മാക്സിമം അറ്റൈൻ ചെയ്യാൻ കഴിയുന്ന ഒരു സ്ട്രക്ചറാണ് അതിന്റെ ടെറിഷ്യറി സ്ട്രക്ചർ എന്ന് പറയുന്നത്. ആ ഒരു ടെറിഷ്യറി സ്ട്രക്ചറിന്റെ ചില ഭാഗങ്ങളിൽ കാണുന്ന ലോക്കൽ ആയിട്ടുള്ള ഒരു ഫോൾഡിംഗ് അറേഞ്ച്മെന്റിനാണ് ബേസിക്കലി സെക്കൻഡറി സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു ഒരു അമിനോ ആസിഡ് സീക്വൻസ് അല്ലെങ്കിൽ ഒരു സെയിം കൺസെപ്റ്റ് ആണ് അമിനോ ആസിഡ്സിനും. ഓക്കെ. ഒരു DNA, ഓക്കെ, ഒരു DNA നമുക്കറിയാം. ഓക്കെ, ഒരു DNA ഉണ്ട് എന്റെ കയ്യിൽ ചോദിക്കാം, ഒറ്റ DNA സ്ട്രാൻഡ് കേട്ടോ. അപ്പൊ ആ ഒരു DNA സ്ട്രാൻഡിന് എന്താണ് അറ്റൈൻ ചെയ്യാൻ കഴിയുന്ന മാക്സിമം കൺഫർമേഷൻ ആണ് അതിന്റെ ടെറിഷ്യറി സ്ട്രക്ചർ എന്ന് പറയുന്നത്. 3 ഡയമെൻഷനൽ ആയിട്ടുള്ള അതിന്റെ അറേഞ്ച്മെന്റ് കേട്ടാൽ മതിയെ. നമ്മൾ കൂടുതലായിട്ട് അമിനോ ആസിഡിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഓരോ പ്രൈമറി സെക്കൻഡറി ടെറിഷ്യറി ക്വാട്ടേണറി സെപ്പറേറ്റ് നമ്മൾ ക്ലാസ്സിൽ പഠിക്കും. ഓക്കെ. അപ്പൊ ടെറിഷ്യറി സ്ട്രക്ചർ എന്ന് പറയുന്നതാണ് ഒരു DNA റൈബോന്യൂക്ലിക് ആസിഡോ ഡിയോക്സി റൈബോന്യൂക്ലിക് ആസിഡിന് അറ്റൈൻ ചെയ്യാൻ കഴിയുന്ന മാക്സിമം കൺഫർമേഷൻ. അപ്പൊ അതിൽ ABZ ഫോം നമ്മൾ ഇനി ഫർദർ പഠിക്കുന്നുണ്ട്. അതതിന്റെ ടെറിഷ്യറി സ്ട്രക്ചർ ആണ്. സ്റ്റെം ലൂപ്പ്, സ്യൂഡോനോട്ട് ഒക്കെ അതിന് എക്സാമ്പിൾ ആണ്. പക്ഷെ ആ ഒരു ടെറിഷ്യറി സ്ട്രക്ചർ ഉണ്ടാവല്ലോ, ഒരു DNA അറ്റൈൻ ചെയ്യാൻ കഴിയുന്ന അതിലുള്ള സം ലോക്കൽ ആയിട്ടുള്ള ഏരിയയിൽ കാണുന്ന സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഫോൾഡിംഗ് പാറ്റേൺ ആണ് എന്ത്, സെക്കൻഡറി സ്ട്രക്ചർ എന്ന് പറയുന്നത്. ക്വാട്ടേണറി സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ് ബേസിക്കലി, ഇപ്പൊ നമുക്കറിയാം DNA ഇപ്പൊ ക്രൊമാറ്റിൻ റെറ്റിക്കുലായിട്ട് സെല്ലിൽ, മോളിക്കുലർ ബയോളജിയിൽ നിങ്ങൾ ഈ ക്വാട്ടേണറി സ്ട്രക്ചർ ഒക്കെ കൂടുതലായിട്ട് പഠിക്കും കേട്ടോ. അപ്പം ക്രൊമാറ്റിൻ റെറ്റിക്കുലായിട്ട് സെല്ലിൽ ഇങ്ങനെ പരന്ന് കിടക്കുകയാണ് നമ്മുടെ DNA എന്ന് വിചാരിക്കാം. പക്ഷെ മിയോസിസിന്റെ സമയത്താകുമ്പോൾ അവർ എന്ത് ചെയ്ത് മാറുന്നുണ്ട്, ക്രോമസോം ആയിട്ട് മാറുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് അവർ കണ്ടൻസ് ചെയ്യുന്നത്,
എങ്ങനെയാണ് അവർ കണ്ടൻസ് ചെയ്യുന്നത്? അപ്പൊ അവിടെ ഒരു ഹിസ്റ്റോൺ പ്രോട്ടീൻ ഉണ്ട്. അപ്പൊ DNA ചാർജ് നമുക്കറിയാം നെഗറ്റീവ് ആണ്. പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള ആർജിനും ലൈസിനൊക്കെ അമിനോ ആസിഡ് കൊണ്ട് ഉണ്ടാക്കിയ ഹിസ്റ്റോൺ പ്രോട്ടീൻ ഉണ്ട്. അതിന് പ്രോപ്പറായിട്ട് ചുറ്റുന്നുണ്ട്. എന്നിട്ട് ഓരോ കണ്ടൻസേഷൻ 11 നാനോമീറ്റർ കണ്ടൻസേഷൻ ഉണ്ട്, 350 ഉണ്ട്, സോറി 300 ഉണ്ട്, 700 ഉണ്ട്, 1400 നാനോമീറ്റർ ഉണ്ട്. അങ്ങനെ കോമ്പാക്ട് ചെയ്തിട്ടാണ് അവർ എന്ത് ചെയ്തിട്ടുള്ളത്? ക്രോമസോം ആയിട്ട് മാറുന്നത്. അത്രയും ലെങ്ത് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. അത്രയും വലിയതാണ് DNA എന്ന് പറഞ്ഞാൽ. ലെങ്ത് ഭയങ്കര കൂടുതലാണ്. പക്ഷെ ഡ്യൂറിങ് മിയോസിസിന്റെ സമയത്ത് എന്തായിട്ട് മാറുന്നുണ്ട്? അവർ ക്രോമസോം ആയിട്ട് മാറുമ്പോൾ അത്രയും കോമ്പാക്റ്റ് ആയിട്ടുള്ള കണ്ടൻസേഷൻ നടക്കുന്നുണ്ട്. അത് ബേസിക്കലി അതിന്റെ എന്താണ്? ക്വാട്ടേണറി സ്ട്രക്ചറിന് എക്സാമ്പിൾ ആണ്. ജസ്റ്റ് കേട്ടാൽ മതി. പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി ക്വാട്ടർണറി സ്ട്രക്ചർ ഉണ്ട് DNA-ക്കും. ഓക്കെ, അമിനോ ആസിഡിനെ പോലെ തന്നെ. ഇനി നമുക്ക് പറയാനുള്ളത് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ചാർഗാഫ് റൂൾ ആണ്. ബി പാർട്ടിലാണ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. അപ്പം ഈ ഒരു ന്യൂക്ലിക് ആസിഡ് എന്നുള്ള ഒരു ടേം വരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഫെഡറിക് മീഷർ 1868 ഈ ഒരു ഫോസ്ഫറസ് കണ്ടെയ്നിങ് ആയിട്ടുള്ള സബ്സ്റ്റൻസ്, അതായത് DNA-ൽ നമുക്കറിയാം ഫോസ്ഫറസ് ഗ്രൂപ്പ് ഉണ്ട്, അല്ലെ ഫോസ്ഫേറ്റ് ഉണ്ട്. അപ്പം ഫോസ്ഫറസ് കണ്ടെയ്നിങ് സബ്സ്റ്റൻസ് ആയതുകൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ന്യൂക്ലിൻ വിളിച്ചിട്ടുള്ളത്. ഫെഡറിക് മീഷർ ആണ് 1868 വിളിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ചാർഗാഫ് കുറച്ച് എക്സ്പെരിമെന്റ് നടത്തി. ഓക്കെ, ചാർഗാഫ് കുറച്ച് ധാരാളം എക്സ്പെരിമെന്റ് നടത്തിയിട്ടുണ്ട്. അപ്പൊ ചാർഗാഫിന്റെ എക്സ്പെരിമെന്റിൽ കുറച്ച് കൺക്ലൂഷൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ആ ഒരു കേസ് നോക്കുകയാണെങ്കിൽ ഇപ്പൊ 4 കൺക്ലൂഷൻ ആണ് ചാർഗാഫ് പറയുന്നത്. അതിൽ 4ാമത്തെ കൺക്ലൂഷൻ ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഓക്കെ, 4 കൺക്ലൂഷൻ ആണ്. അതിൽ 4ാമത്തെ കൺക്ലൂഷൻ ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഒന്നാമത്തെ എന്താന്ന് പറയുന്നത് വെച്ചാൽ, കൺക്ലൂഷൻ നമുക്ക് അറിയുന്നതന്നെയാണ്. ഓക്കെ, ദ ബേസ് കോമ്പോസിഷൻ ഓഫ് DNA ജനറലി വേരീസ് ഫ്രം വൺ സ്പീഷീസ് ടു അനദർ. ഓക്കെ, ഇപ്പൊ അല്ലെ എന്റെ ഒരു DNA എടുത്താലും, അല്ലെങ്കിൽ ഒരു പശുവിന്റെ DNA എടുത്താലും ഡെഫിനറ്റ്ലി എന്താണ് അതിലെ ബേസ് കോമ്പോസിഷൻ ഡിഫറെന്റ് ആയിരിക്കും. ദ ബേസ് കോമ്പോസിഷൻ ഓഫ് DNA ജനറലി വേരീസ് ഫ്രം വൺ സ്പീഷീസ് ടു അനദർ. അല്ലെ, ഒരു സ്പീഷീസ് ടു അനദർ എന്ത് ചെയ്യുന്നുണ്ട്? ബേസ് കോമ്പോസിഷൻ വേരി ചെയ്യും. രണ്ടാമത്തെ എന്താ പറയുന്നത്? DNA specimen isolated from different tissue of a same species have same base composition. ഇപ്പൊ എന്റെ കാലിന്നും അല്ലെങ്കിൽ എന്റെ ലിവറിന്നും എന്റെ ഹേർട്ടിന്നും അല്ലെ, 2 ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ടിഷ്യൂ ആണ്. അതിന്ന് രണ്ടെന്നും എന്താണ് DNA ഐസൊലേറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ബേസിക്കലി സെയിം ആയിരിക്കും വരിക. DNA സ്പെസിമെൻ ഐസൊലേറ്റഡ് ഫ്രം ഡിഫറെന്റ് ടിഷ്യൂ ഓഫ് സെയിം സ്പീഷീസ്. അല്ലെ, ഡിഫറെന്റ് ടിഷ്യൂ ഓഫ് സെയിം സ്പീഷീസ്. ഡിഫറെന്റ് ടിഷ്യൂ സെയിം സ്പീഷീസ്, സെയിം സ്പീഷീസിന്റെ ഡിഫറെന്റ് ടിഷ്യൂസ് DNA ഐസൊലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബേസിക്കലി എന്താണ് സെയിം ആയിരിക്കും വരിക. മൂന്നാമത്തെ എന്താണ്? ദ ബേസ് കോമ്പോസിഷൻ ഓഫ് DNA ഇൻ എ ഗിവൺ സ്പീഷീസ് ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ഓർഗാനിസം ഏജ്, ന്യൂട്രീഷൻ സ്റ്റേജ് ഓർ ചേഞ്ചിങ് എൻവയോൺമെന്റ്. ന്യൂട്രീഷൻ സ്റ്റേജോ അല്ലെങ്കിൽ ചേഞ്ചിങ് എൻവയോൺമെന്റിനോ ഓർഗാനിസത്തിന്റെ ഏജിനോ ഒന്നും DNA-യിലെ ബേസ് കോമ്പോസിഷൻ ചേഞ്ച് ചെയ്യുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ അത് ഇപ്പോഴത്തെ നമുക്ക് എപ്പിജെനറ്റിക്സിന്റെ കേസൊക്കെ നോക്കുകയാണെങ്കിൽ അങ്ങനെയല്ല. എൻവയോൺമെന്റിന്റെ ഇൻഫ്ലുവൻസ് DNA-ൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മ്യൂട്ടേഷൻസ് ഒക്കെ വന്നിട്ട് ബേസ് കോമ്പോസിഷൻ മാറാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. എക്സ്റ്റേണൽ മ്യൂട്ടാജൻസ് ഒക്കെ ട്രീറ്റ് ചെയ്യൽ, സം കെമിക്കൽസും അതുപോലെ തന്നെ എക്സ്റേ പോലുള്ള മ്യൂട്ടാജൻസ് വന്നിട്ട് DNA-യുടെ ബേസ് കോമ്പോസിഷൻ ചേഞ്ച് ചെയ്യുന്നത് നമുക്ക് അറിയാം. പക്ഷെ ചാർഗാഫിന്റെ ആ കാലത്ത് ചാർഗാഫ് ഇത് കൺക്ലൂഡ് ചെയ്തു. നാലാമത്തതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഇൻ എ സെല്ലുലാർ DNA റിഗാർഡ്ലെസ് ഓഫ് ദ സ്പീഷീസ്, നമ്പർ ഓഫ് അഡ്നോസിൻ റെസിഡ്യൂ ഈക്വൽ ടു നമ്പർ ഓഫ് തൈമിൻ റെസിഡ്യൂ. അഡിനിൻ തൈമിൻ ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ ഗ്വാനിൻ സൈറ്റോസിന് ഈക്വൽ ആയിരിക്കും. From these relationship, it follows that sum of purine residue equal to sum of pyrimidine residue. അഡിനിൻ തൈമിൻ ഈക്വൽ ആണ്. അല്ലെ, അഡിനിൻ തൈമിൻ ഈക്വൽ ആണ്, ഗ്വാനിൻ സൈറ്റോസിൻ ഈക്വൽ ആണ്, നമുക്ക് അറിയുന്നതാണ്. പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്? സം ഓഫ് പ്യൂരിൻ റെസിഡ്യൂസ് ഈക്വൽ ടു സം ഓഫ് പിരമിഡിൻ റെസിഡ്യൂ. അപ്പൊ അഡിനിൻ പ്ലസ് തൈമിൻ ഈക്വൽ ടു ഗ്വാനിൻ പ്ലസ് സൈറ്റോസിൻ എന്നാണോ പറഞ്ഞിട്ടുള്ളത്? അല്ല. അതാണ് ശ്രദ്ധിക്കേണ്ടത്. അഡിനിൻ പ്ലസ് എന്താ പറഞ്ഞിട്ടുള്ളത്? സം ഓഫ് പ്യൂരിൻ റെസിഡ്യൂ. അല്ലെ, അഡിനിൻ പ്ലസ് ഗ്വാനിൻ ഈസ് ഈക്വൽ ടു തൈമിൻ പ്ലസ് സൈറ്റോസിൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് പ്യൂരിന്റെ റെസിഡ്യൂസും അതുപോലെ തന്നെ പിരമിഡ്സിന്റെ റെസിഡ്യൂസിന്റെ സമ്മ് ഈക്വൽ ആയിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരിക്കലും എന്താണ് അഡിനിൻ പ്ലസ് തൈമിൻ ഈക്വൽ ടു ഗ്വാനിൻ പ്ലസ് സൈറ്റോസിൻ എന്ന് പറഞ്ഞിട്ടില്ല. അഡിനിൻ ഈക്വൽ ടു തൈമിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഗ്വാനിൻ ഈക്വൽ ടു സൈറ്റോസിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, നമുക്കറിയാം. ഓക്കെ, പക്ഷെ
നമ്മൾ ഒരിക്കലും എന്ത് പറയാം, മേ ഓർ മേ നോട്ട് ആണ്. എന്താണ് പ്യൂരിന്റെ റെസിഡ്യൂ പിരമിഡിന്റെ റെസിഡ്യൂ ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. അതായത് അഡിനിൻ പ്ലസ് ഗ്വാനിൻ ഈക്വൽ ടു തൈമിൻ പ്ലസ് സൈറ്റോസിൻ ആണ്. ഒരിക്കലും എന്ത് പറഞ്ഞിട്ടില്ല, അഡിനിൻ പ്ലസ് തൈമിൻ ഈക്വൽ ടു ഗ്വാനിൻ പ്ലസ് സൈറ്റോസിൻ എന്ന് പറഞ്ഞില്ല. അത് ശ്രദ്ധിക്കാതെ നമ്മൾ മിസ്റ്റേക്ക് പറ്റി പോകുന്നതാണ്. കുറെ ക്വസ്റ്റ്യൻസിൽ അങ്ങനെ നമ്മൾ അറിയാതെ എടുത്തു പറഞ്ഞിട്ടുള്ളത്. പ്യൂരിന്റെ റെസിഡ്യൂ ഈക്വൽ ടു പിരമിഡിന്റെ റെസിഡ്യൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ധാരാളം ക്വസ്റ്റ്യൻസ് എന്ത് ചാർഗാഫ് റൂൾ റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരാറ്. എത്ര പെർസെൻറ്റേജ് അഡിനിൻ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ നിങ്ങളോട് പറയുകയാണെങ്കിൽ 20% അഡിനിൻ ഉണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ, ഇപ്പൊ എന്നോട് പറഞ്ഞു 20% അഡിനിൻ ഉണ്ട്, ബാക്കി ഓരോ ന്യൂക്ലിയോടൈഡും എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അഡിനിൻ എന്നാണ് തന്നിട്ടുള്ളത്, അഡിനിൻ ഈക്വൽ ടു 20% എന്ന് തന്നു. അപ്പൊ ഡെഫിനറ്റ്ലി നമുക്കറിയാം അഡിനിൻ പ്ലസ് തൈമിനാണ്, അഡിനിൻ ഈക്വൽ ടു തൈമിനാണ്, തൈമിനും 20% ആവും. അപ്പൊ ഇത് രണ്ടും 40% ആയി. നമുക്കറിയാം ഗ്വാനിൻ ഈക്വൽ ടു സൈറ്റോസിൻ. അപ്പൊ ബാക്കിയുള്ള 60% ആയിരിക്കും ഗ്വാനിന്, 30% ആയിരിക്കും. അതുപോലെ തന്നെ സൈറ്റോസിനും 30% ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യാറുണ്ട്, വരാറുണ്ട് ക്വസ്റ്റ്യനിൽ. ഓക്കെ, അപ്പം DNA എങ്ങനെ ആ ഒരു നമുക്കറിയാം. ഇപ്പൊ വാട്സൺ ആൻഡ് ക്രിക്ക് അല്ലെ, വാട്സൺ ആൻഡ് ക്രിക്ക് ആണ് എന്ത് ബേസിക്കലി നമ്മളെ DNA സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് അല്ലെ. ഡബിൾ ഹെലിക്സ് ചുറ്റുഗോവണി എന്നാണ്. ഇപ്പൊ ചെരിഞ്ഞു കയറുന്ന ചുറ്റുഗോവണി എന്നാണ്. ആന്റി പാരലൽ നേച്ചറിലുള്ള ഡബിൾ ഹെലിക്സ് ആണ് എന്ത് DNA സ്ട്രക്ചർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ വാട്സൺ ആൻഡ് ക്രിക്കും അവരെ എക്സ്പെരിമെന്റ് നടത്തിയിട്ടാണോ ബേസിക്കലി നമുക്ക് ഡബിൾ ഹെലിക്സിന്റെ DNA കിട്ടിയിട്ടുണ്ട് എന്ന് നോക്കുകയാണെങ്കിൽ അല്ല. റോസ്ലാൻ ഫ്രാങ്ക്ലിനും മൗറിൻ വിൽക്കിൻസും, റോസ്ലാൻ ഫ്രാങ്ക്ലിൻ ഒരു വുമൺ ആയിരുന്നു, മൗറിൻ വിൽക്കിൻസ് അവരെ ഗൈഡ് ആയിരുന്നു. ഓക്കെ, മൗറിൻ വിൽക്കിൻസും റോസ്ലാൻ ഫ്രാങ്ക്ലിനും ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, എക്സ്റേ ഡിഫ്രാക്ഷൻ സ്റ്റഡി നടത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എക്സ്റേ ഡിഫ്രാക്ഷൻ സ്റ്റഡി നടക്കുമ്പോൾ ബേസിക്കലി എന്താന്ന് വെച്ചാൽ അവിടെയുള്ള വാട്ടർ കണ്ടന്റ് എന്ത് ചെയ്യുന്നുണ്ട്, കുറയുന്നുണ്ട്. ക്രിസ്റ്റലൈൻ ഫോം ചെയ്യുന്നുണ്ട് അല്ലെ. DNA ക്രിസ്റ്റലൈൻ ഫോം ആക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, എക്സ്റേ ക്രിസ്റ്റലോഗ്രാഫി സ്റ്റഡി നടത്തുന്നത്. അപ്പൊ റോസ്ലാൻ ഫ്രാങ്കിളിൽ എന്ത് ചെയ്യുന്നത്, ധാരാളം എക്സ്പെരിമെന്റ് ഈ DNA പല ടൈപ്പിൽ എടുത്ത് എക്സ്റേ ക്രിസ്റ്റലോഗ്രാഫി സ്റ്റഡി നടത്തിയപ്പം റോസ്ലാൻ ഫ്രാങ്കിന് എന്ത് കിട്ടിയെന്ന് വെച്ചാൽ ഒരു എ ടൈപ്പ് ഓഫ് DNA ആണ് കിട്ടിയിട്ടുള്ളത്. എന്തുകൊണ്ട് റോസ്ലാൻ ഫ്രാങ്കിളിന് ഡബിൾ ഹെലിക്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് ചോദിക്കുകയാണെങ്കിൽ രണ്ട് അസംഷൻ പറയുന്നത്. ഒന്ന് ബേസിക്കലി മോറിസ് വിൽക്കിസിന്റെ ഫ്രണ്ടാണ് വാട്സൺ ആൻഡ് ക്രിക്ക്. റോസ്ലാൻഡ് ഫ്രാങ്കിലിന്റെ ഐഡിയ കോപ്പി എടുത്തിട്ടാണ് ഈ ഡബിൾ ഹെലിക്സ് മെത്തേഡ് അല്ലെ ഡബിൾ ഹെലിക്സ് എന്നുള്ളത് പറഞ്ഞ് ആക്കിയിട്ടുള്ളതെന്നാണ് ഒരു അസംഷൻ. ഓക്കെ, ശരിയായിരിക്കാം. അതിനാണ് പോസിബിലിറ്റി കൂടുതൽ. ഇപ്പൊ റോസ്ലാൻഡ് ഫ്രാങ്കിലാണ് വർക്ക് നടത്തിയിട്ടുള്ളത്. ഓക്കെ, റോസ്ലാൻഡ് ഫ്രാങ്കിലാണ് വർക്ക് നടത്തിയിട്ടുള്ളത്. റോസ്ലാൻഡ് ഫ്രാങ്ക്ലിന്റെ P50 50-ാമത്തെ എക്സ്റേ ക്രിസ്റ്റലോഗ്രാഫി കുറെ ഉണ്ട്. അതിൽ 50-ാമത്തെ എക്സ്റേ ക്രിസ്റ്റലോഗ്രാഫി സ്റ്റഡീന്റെ ഫോട്ടോ ആണ് ഈ കാണുന്നത്. ഒരു എക്സ് മാതിരി നിങ്ങൾ കണ്ടില്ലേ, ഇത് കാണുന്നത് എന്താണ്, P50. ഇതിന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ബി ഫോം ഓഫ് DNA, അതായത് നമ്മൾ പറയുന്ന നോർമൽ ഫോം ഓഫ് DNA നമ്മൾ വാട്സൺ ക്രിക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ബി ഫോം ഓഫ് DNA. ആ ഡിഫറൻസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്. ബി ഫോം ഓഫ് DNA എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു കേസ് നോക്കിയപ്പോൾ എക്സ്റേ ക്രിസ്റ്റോഗ്രഫി സ്റ്റഡി പഠിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് എന്ത് മനസ്സിലായി, രണ്ട് പീരിയോഡിസിറ്റി അവർക്ക് കിട്ടി. അതെന്താണ്, റിക്കറിങ് പാറ്റേൺ അല്ലെ. ഈ എക്സ്റേ ക്രിസ്റ്റോഗ്രാഫി സ്റ്റഡി നടത്തിയപ്പോൾ അവർക്ക് എന്ത് ചെയ്യുന്നു, ഈ ഒരു ഫോട്ടോന്ന് രണ്ട് പീരിയോഡിസിറ്റി അവർക്ക് മനസ്സിലാവും. ഒന്ന് 3.4 ആങ്സ്ട്രോം അല്ലെങ്കിൽ 0.34 നാനോമീറ്റർ. ഓക്കെ, 0.34 നാനോമീറ്റർ. ആങ്സ്ട്രോം എന്ന് പറയുമ്പോൾ 10⁻⁻10 ആണ്. നാനോമീറ്റർ എന്ന് പറയുമ്പോൾ 10⁻⁹ ആണ്. അല്ലെങ്കിൽ 0.34 നാനോമീറ്റർ, അല്ലെങ്കിൽ രണ്ടാമത്തത് 34 ആങ്സ്ട്രത്തിലാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, 3.4 ആങ്സ്ട്രം ഓർ 34 34 ആങ്സ്ട്രത്തിൽ, അങ്ങനെ രണ്ട് പീരിയോഡിസിറ്റിയാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പം അതെന്താന്നുള്ളത് നമ്മൾ അടുത്ത സ്ലൈഡിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. റോസ്ലാൻഡ് ഫ്രാങ്ക്ലിനും മൗറിൻ വിൽക്കിൻസും ആണ് ഈ ഒരു എക്സ്റേ ക്രിസ്റ്റോഗ്രാഫി സ്റ്റഡി നടത്തിയിട്ട് അതിന്റെ P50 എന്നുള്ളതിലാണ് ബി ഫോം ഓഫ് വരുന്നത്, P51 എ ഫോം ഓഫ് DNA വരുന്നത്. ഓക്കെ, അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, എ ഫോമും ബി ഫോമും. ഓക്കെ,
P50ലാണ് ബി ഫോം വന്നിട്ടുള്ളത്, P51ലാണ് എ ഫോമും എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളത്. അപ്പം എ ഫോം ഓഫ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് റോസ്ലാൻ ഫ്രാങ്ക്ലിൻ ആണ് കേട്ടോ. ബി ഫോം ആണ് പക്ഷെ മെജോറിറ്റി 95%ഉം ബി ഫോം ആണ് കാണുന്നത്. എ ഫോം വളരെ റയർ ആയിട്ടാണ് കാണുന്നത്. അപ്പൊ എന്തുകൊണ്ട് ഏർ, റോസ്ലാൻ ഫ്രാങ്ക്ലിൻ ഈ ഒരു സ്റ്റഡി നടത്തിയപ്പോൾ, ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്തു തരും, ജസ്റ്റ് കേട്ടാൽ മതി. റോസ്ലാൻ ഫ്രാങ്ക്ലിൻ ഈ ഒരു സ്റ്റഡി നടത്തിയപ്പം റോസ്ലാൻ ഫ്രാങ്ക്ലിന്റെ മെജോറിറ്റി ഓഫ് കേസിലും എ ഫോം ആണ് കിട്ടിയിട്ടുള്ളത്. ഈവൻ ദോ ബ്ലഡിലും നമ്മുടെ ബോഡിയിൽ ബി ഫോം ആണ് മേജർ. കാരണം എന്താന്ന് വെച്ചാൽ അവരെ എക്സ്റേ ഡിഫ്രാക്ഷൻ സ്റ്റഡി ആയിരുന്നു നടത്തുന്നത്. അപ്പൊ അതിനെന്ത് ചെയ്യുന്നുണ്ട്, ക്രിസ്റ്റലൈൻ ഫോം ആക്കി മാറ്റുന്നുണ്ട്. ഇപ്പൊ ക്രിസ്റ്റലൈൻ ഫോം ആക്കി മാറ്റാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്, വാട്ടർ കണ്ടന്റ് അവിടെ കുറയുന്നുണ്ട്. ബി ഫോം ഓഫ് DNA എന്ന് പറയുന്നത് 95% വാട്ടർ കണ്ടന്റ് ഉള്ളതും ഇതെന്താണ് 75% വാട്ടർ കണ്ടന്റ് ഉള്ള കേസിലാണ്. ഇപ്പൊ ബോഡിയിൽ കാണുന്ന എന്താണ് 95% വാട്ടർ കണ്ടന്റ് ഉള്ള കേസാണ്. അപ്പൊ വാട്ടർ ആണ് ബേസിക്കലി എന്ത് ചെയ്യുന്നത്, വാട്ടർ സ്പൈൻ എന്നാണ് പറയുന്നത്. വാട്ടർ ആ ഒരു ബി ഫോം ഓഫ് DNA ചുറ്റും ഒരു സ്പൈന് പോലെ കാണുന്നുണ്ട്. അപ്പൊ വാട്ടർ ആണ് ആ ബി ഫോം ഓഫ് DNA ആ ഒരു സ്ട്രക്ചർ കൊടുക്കുന്നത്. നമ്മൾ പറയുന്ന ആ ഡബിൾ ഹെലിക്സ് സ്ട്രക്ചർ കൊടുക്കുന്നത് എന്താണ്, ബേസിക്കലി വാട്ടർ ആണ്. എക്സ്റേ ക്രിസ്റ്റലോഗ്രാഫിക് സ്റ്റഡി നടത്തുമ്പോൾ എന്ത് ചെയ്യുന്നത്, വാട്ടറിന്റെ കണ്ടന്റ് കുറച്ചിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, ഫോട്ടോ എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, മെജോറിറ്റി ഓഫ് കേസിലും എ ഫോം ഓഫ് DNA കിട്ടിയിട്ടുള്ളത്. രണ്ട് പീരിയോഡിസിറ്റി ആണത്, 3.4 34 രണ്ട് പീരിയോഡിസിറ്റി അവർ ആ ഒരു പിക്ചർ നോക്കിയപ്പോൾ കണ്ടു. ആര്, നമ്മളെ വാട്സൺ ആൻഡ് ക്രിക്ക്. നമുക്ക് മെല്ലെ ആ ഒരു സ്ട്രക്ചർ നോക്കാം. ഇത് കുറച്ച് ഹിസ്റ്ററി ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, വാട്സണിൽ അല്ലെ, വാട്സണിന്റെ ബുക്കിൽ ഈ ഒരു ഹിസ്റ്ററി അവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബി ഫോം ഓഫ് DNA. നമ്മൾ നോർമൽ നമ്മൾ പഠിച്ചിട്ടുള്ള DNA എന്ന് പറയുന്നത് ഈ ഒരു ഫോമാണ്. അപ്പൊ ഇതിൽ അവർക്ക് എന്തുകൊണ്ടാണ് ആ ഒരു 3.4 നാനോമീറ്ററിലും 0.34 നാനോമീറ്ററിലും 3.4 നാനോമീറ്ററിലും രണ്ട് പീരിയോഡിസിറ്റി കിട്ടിയെന്ന് നോക്കുകയാണെങ്കിൽ, ഒന്ന് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഡബിൾ ഹെലിക്സ് ആയിട്ടാണ് നമ്മൾ എന്ത് കാണുന്നത്, നമ്മളെ DNA കാണുന്നത് ഡബിൾ ഹെലിക്സ് ആയിട്ടാണ് അല്ലെ. ഡബിൾ ഹെലിക്സ് ആയിട്ടാണ് നമ്മൾ DNA കാണുന്നത് അല്ലെ. അപ്പോൾ ഓരോ ന്യൂക്ലിയോടൈഡിന്റെ ആ ഒരു ഡിഫറൻസ് ആണ് 0.34 നാനോമീറ്റർ ആയിട്ട് അവർക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, ആദ്യത്തെ പീരിയോഡിസിറ്റി ആയിട്ട് കിട്ടിയിട്ടുള്ളത്. രണ്ടാമത്തെ പീരിയോഡിസിറ്റി ആയിട്ടുള്ള 3.4 നാനോമീറ്റർ അല്ലെങ്കിൽ 34 ആങ്സ്ട്രോം കിട്ടിയിട്ടുള്ളത് എന്താണ്, ഒരു ടേണിന്റെ ആ ഒരു റൈസ് ആണ്, അല്ലെങ്കിൽ ആ ഒരു ടേണിന്റെ ഹൈറ്റ് ആണ്. ഒരു ടേൺ എന്ന് പറയുമ്പോൾ എന്താണ്, ഇപ്പൊ ഇവിടുന്ന് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്താണെങ്കിൽ, ഓക്കെ, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി ഇതാ ഇവിടെ എത്തി. അതായത് ആ ഒരു എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ആ ഒരു പോയിന്റിൽ തന്നെ എത്തിയിട്ടുണ്ട് അല്ലെ. ഒരു ടേണിന്റെ ഹൈറ്റ് ആണ് രണ്ടാമത്തെ പീരിയോഡിസിറ്റി ആയിട്ട് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഒന്ന് ആദ്യത്തെ പീരിയോഡിസിറ്റി അവർക്ക് കിട്ടിയിട്ടുള്ളത് എന്താണ്, ന്യൂക്ലിയോടൈഡിന്റെ ആ ഒരു ഡിഫറൻസ് അല്ലെ. ഓരോ ന്യൂക്ലിയോടൈഡ്സ് നമ്മൾ എന്തൊരു ഡിഫറൻസ് ഉണ്ടോ അതാണ് ഒരു പീരിയോഡിസിറ്റി ആയിട്ട് അവർക്ക് എക്സ്ട്രാ ക്രിസ്റ്റലോഗ്രാഫി ഫോട്ടോയിൽ കണ്ടിട്ടുള്ളത്. രണ്ടാമത്തത് എന്താ കണ്ടിട്ടുള്ളത്, അവരെ ബേസിക്കലി അവരെ ആ ഒരു ടേണിന്റെ ഒരു ടേൺ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഒരു ഇങ്ങനെ എലിക്സ് ആണെങ്കിൽ എന്താണ്, ഇപ്പൊ ഇവിടെ നിന്നാണ് ഒരു സ്റ്റാർട്ട് ചെയ്തിട്ടെങ്കിൽ ഇതാ അടുത്ത കറക്റ്റ് ആ ഒരു പൊസിഷനിൽ എത്തില്ലേ, അതാണ് അതിന്റെ ഒരു ടേൺ വരുന്നത്. ഓക്കെ, ഇവിടെ എത്തുമ്പോൾ ഒരു ടേൺ ആയി. ഓക്കെ, അപ്പോൾ ആ ഒരു ടേണിന്റെ ഹൈറ്റ് ആണ് 3.4 നാനോമീറ്റർ. ഹൈറ്റ് അല്ലെങ്കിൽ റൈസ് എന്ന് റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ടേമുകളൊക്കെ നമുക്ക് പഠിക്കാം, അതൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, when Watson and Crick constructed their model, they had to decide outer set whether the DNA should be parallel or anti-parallel. Okay, parallel ആണോ ആന്റി പാരലൽ ആണോ DNA സ്ട്രാൻഡ് എന്ന് വാട്സണും ക്രിക്കിനും അത് അവരുടെ ഐഡിയ ആണ് കേട്ടോ ബേസിക്കലി. അപ്പം ആന്റി പാരലൽ ആണോ പാരലൽ ആയിട്ടാണോ ഡബിൾ സ്ട്രാൻഡ് ഓഫ് DNA കാണുന്നത് എന്നുള്ളതായിരുന്നു മേജറായിട്ട് കുഴപ്പിക്കുന്ന ഒരു ചോദ്യം അവിടെ വന്നിരുന്നത്. അപ്പോൾ വാട്സൺ ആൻഡ് ക്രിക്ക് എന്ത് ചെയ്തു, ആന്റി പാരലാണ് അവർ എടുത്തിട്ടുള്ളത്. ഒന്ന് 5'to 3'ഉം മറ്റേതും 5'to 3' ആണ്, പക്ഷെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. ഓക്കെ, അപ്പൊ ആന്റി പാരലൽ നേച്ചറാണ് നമ്മളെ DNA കാണുന്നത് അല്ലെ. രണ്ടും ഓപ്പോസിറ്റ്, ഒന്ന് ഈ ഒരു ഡയറക്ഷൻ ആണെങ്കിൽ അടുത്തത് ഈ ഒരു ഡയറക്ഷൻ ആയിട്ടാണ് കാണുന്നത്, നമുക്കറിയാവുന്നത് തന്നെയാണ്. ആ ഒരു ആന്റി പാരലൽ നേച്ചർ പിന്നെ അവർ എക്സ്പെരിമെന്റലി പ്രൂവ് ചെയ്തിട്ടുണ്ട്. DNA പോളിമറൈസ് ആയിട്ടുള്ള എക്സ്പെരിമെന്റ് ചെയ്തിട്ട് ആന്റി പാരലൽ നേച്ചർ ആണ് DNAക്ക് ഉള്ളത് എന്നുള്ളത് അവരെന്ത് ചെയ്തിട്ടുണ്ട്, പ്രൂവ് ചെയ്തിട്ട് ഉണ്ട്. ഓക്കെ, നമുക്ക് 1 മണിക്കൂറാണ് ക്ലാസ് പറഞ്ഞിട്ടുള്ളത്. ചില അൺയൂഷ്വൽ സ്ട്രക്ചേഴ്സ് നമുക്ക് എന്ത് ചെയ്യാനുണ്ടോ DNA ഡബിൾ സ്റ്റാൻഡിൽ കാണാറുണ്ട്. സെക്കൻഡറി സ്ട്രക്ചർ നമ്മൾ പഠിച്ചല്ലോ, അതിനൊരു കുറച്ച് എക്സാമ്പിൾ ആയിട്ടുള്ള സംഗതികളാണ്. പാലിൻഡ്രോം കാണാറുണ്ട്.
പാലിൻഡ്രോം എന്ന് പറയുന്നത് എന്താണ്? ഇപ്പൊ മലയാളം ഒരു സിംഗിൾ സ്റ്റാൻഡേർഡ് ആണെങ്കിൽ ഇപ്പൊ മലയാളം ഒരു എന്താണ് പാലിൻഡ്രോം ആണ് ഇംഗ്ലീഷിൽ എഴുതുകയാണെങ്കിൽ അല്ലെ. മുന്നിൽ നിന്ന് ഫ്രണ്ടിലേക്കും ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് വായിച്ചാലും സെയിം ആണ്. ഇപ്പൊ ഈ ഒരു കേസിൽ നോക്കുകയാണെങ്കിലോ ഇവരെന്താണ് ഡബിൾ സ്റ്റാൻഡ് ആണ്. ഓക്കെ, ഡബിൾ സ്റ്റാൻഡ് ആണ്. അപ്പൊ ഇതിന്റെ കറക്റ്റ് പാലിൻഡ്രോം ആണ് ഇത് വരുന്നത് അല്ലെ. നോക്കുകയാണെങ്കിൽ CACGATT. ഓക്കെ, പലപ്പോഴും നമ്മൾ എന്ത് വിചാരിക്കും ഈ മലയാളം ഞാൻ പറഞ്ഞല്ലോ അല്ലെ, മലയാളം ആ ഒരു ഓർമ്മയിൽ എന്ത് ചെയ്യും, മിറർ റിപ്പീറ്റ്സിനെ എന്ത് ചെയ്യും, പാലിൻഡ്രോം ആണെന്ന് വിചാരിക്കും. TTAGCAC. അല്ലേ, നേരെ തിരിച്ചു വിടുന്നു വരുന്നു CACGATT. ഓക്കെ, പക്ഷെ മലയാളം അതെന്തുകൊണ്ടാണ് മലയാളം പാലിൻഡ്രോം ആയെന്ന് വെച്ചാൽ അത് ഒറ്റതാണ്. ഇത് നമ്മൾ എന്ത് ചെയ്യണം, ഡബിൾ സ്ട്രാൻഡ് ആണ് നമ്മൾ DNA. അപ്പം രണ്ട് സ്ട്രാൻഡിനെയും കൺസിഡർ ചെയ്യണം. ഇതാണ് പാലിൻഡ്രോം ഡബിൾ സ്ട്രാൻഡിന്റെ കേസിൽ. ഇത് മിറർ റിപ്പീറ്റ് ആണ്. ഒരു മിറർ ഇപ്പൊ ഞാൻ ഇവിടെ വെക്കുകയാണെങ്കിൽ ഇതിലെ പ്രതിബിംബം എന്താണ് കാണുന്നത്, സിമ്പിൾ ആയിട്ട് ഇതിന്റെ ഓപ്പോസിറ്റ് AC GATT. ക്വസ്റ്റ്യൻ ഒന്നും വരാറില്ല, ഞാൻ ജസ്റ്റ് നമ്മൾ പലപ്പോഴും തെറ്റിക്കുന്ന ഒരു മിസ്റ്റേക്ക് സൂചിപ്പിച്ചതാണ്. ഓക്കെ, കാരണം പാലിൻഡ്രോമും മിറർ റിപ്പീറ്റും സിമ്പിൾ ആണ്, ഞാൻ ചോദിച്ചിട്ടൊന്നുമില്ല. പാലിൻഡ്രോം എന്ന് പറയുന്നത് എന്താണ്, ബേസിക്കലി ആ ഒരു കംപ്ലീറ്റ് അതിന്റെ ഓപ്പോസിറ്റ്. ഇപ്പൊ ഇത് നോക്കുകയാണെങ്കിൽ GTGCAA CACGATT. ഓക്കെ, ഇതാണ് പാലിൻഡ്രോം വരെ ഡബിൾ സ്റ്റാൻഡിന്റെ കേസിൽ. മറ്റേത് മിറർ റിപ്പീറ്റ് ആണ്. അതുപോലെ തന്നെ ഹെയർ പിൻസ് കാണാറുണ്ട് അല്ലെ. ഇത് കോംപ്ലിമെന്ററി ആണ്, ഇവർ രണ്ടുപേരും കോംപ്ലിമെന്ററി ആണ്. ഇവരെ ബോണ്ട് ഫോം ചെയ്തിട്ട് അല്ലെ, ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്തിട്ട് പെയർ ചെയ്തിട്ട് ഹെയർ പിൻസ് സ്ട്രക്ചർ കാണാറുണ്ട്. അങ്ങനെ രണ്ടെണ്ണം ഉണ്ടാകുമ്പോൾ ഡബിൾ സ്റ്റാൻഡ് ആകുമ്പോൾ ക്രൂസിഫോം സ്ട്രക്ചർ ഒക്കെ എന്ത് ചെയ്യാണ്, അൺയൂഷ്വൽ സ്ട്രക്ചേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ DNA കാണാൻ കഴിയും. അടുത്തത് tRNA ആണ്. അത് നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ് മുതൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ tRNA എന്താണ്, എ ടൈപ്പ് ഓഫ് RNA ആണ്. എന്താണ് അതിലെ ഫംഗ്ഷൻ വരുന്നത്, നമുക്കറിയാം ട്രാൻസ്ലേഷന്റെ സമയത്ത് എന്താണ്, mRNAക്ക് കോംപ്ലിമെന്ററി ആയിട്ട് ഓരോരോ അമിനോ ആസിഡ്സിനെ കൊണ്ടുവരണം. കാരണം എന്താ, ട്രാൻസ്ലേഷൻ എന്താണ്, ആ ഒരു mRNA എന്ത് ചെയ്യുന്നുണ്ട്, പ്രോട്ടീൻ ഫോം ചെയ്യാണ് ചെയ്യേണ്ടത് അല്ലെ. ട്രാൻസ്ലേഷൻ റൈബോസോമിൽ mRNA പ്രോട്ടീൻ ഫോം ചെയ്യാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിന് കോംപ്ലിമെന്ററി ആയിട്ടുള്ള എന്തിന്, mRNAക്ക് കറക്റ്റ് കോംപ്ലിമെന്ററി ആയിട്ടുള്ള അമിനോ ആസിഡ്സിനെ ഓരോന്നിനെ കൊണ്ടുവരണം. അതാണ് ബേസിക്കലി tRNAന്റെ ഫംഗ്ഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ, അത് നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. വളരെ ബേസിക് ആയിട്ടുള്ള ടോപ്പിക്കാണ്, പക്ഷെ ഇത് നമുക്ക് ബേസ് ഭയങ്കരമായിട്ട് ക്ലിയർ ആക്കണം. കാരണം പല സ്ഥലത്ത് ഇത്, പ്രത്യേകിച്ച് ബയോകെമിസ്ട്രിയിലാണ് ഇത് വരുന്നത്. ബേസിക് സ്ട്രക്ചർ യൂണിറ്റ് 1 ആണ് ഞാൻ എടുക്കുന്നത്. ബയോകെമിസ്ട്രി ആണ് എൻ്റെ ടോപ്പിക് വരുന്നത്. അപ്പം ധാരാളം കുറെ ടോപ്പിക്കുകൾ ഞാൻ കുറച്ച് എടുക്കാനുണ്ട് എനിക്ക്. ഓക്കെ, കുറെ ടോപ്പിക്കുകൾ ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ തവണത്തെ കൂടുതൽ ടോപ്പിക്കുകൾ ഇത്തവണ എടുക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു എപ്പോഴും ചോദിക്കാം, കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ സ്പീഡ് കൂടെ മനസ്സിലാവാത്ത എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. ബി പാർട്ടിലാണ് ഇപ്പം ഈ ഒരു ഫസ്റ്റ് ഇൻട്രൊഡക്ടറി സ്ട്രക്ചർ. ഇനിയിപ്പോൾ അടുത്ത ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ബോണ്ടുകളൊക്കെ ഞാൻ പറയും. മോളിക്കുലാർ ഇന്ററാക്ഷൻ, വാണ്ടർവാൾസ് ബോണ്ട്, ഹൈഡ്രോഫോബിക് ഇന്ററാക്ഷൻ, അയണിക്, കോവാലന്റ്, അങ്ങനെ കുറെ ബോണ്ടുകളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പം അതും പറയാനുണ്ട്. അപ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ക്ലാസ്സുകളായിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അമിനോ ആസിഡ്സ് മുതൽ തുടങ്ങും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഗ്വാനിൻ 2-amino-6-oxo-purine എന്ന് പറയുന്നത് ശരിയാണ് സ്ട്രക്ചർ? ഓക്കെ, ഞാൻ ചെക്ക് ചെയ്യാം കേട്ടോ. ഞാനതൊന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം. ഓക്കെ, 2-amino-6-oxo-purine. എൻ്റെതും ഞാൻ 4-amino എന്നായിരുന്നു പറഞ്ഞിരുന്നത് അല്ലേ. ഓക്കെ, ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം. എനിക്കും അത് തോന്നുന്നുണ്ട്. ഞാൻ ആദ്യം അത് 2-amino എന്ന് പറഞ്ഞു, പിന്നെ നമ്പറിങ് എനിക്ക് ഡൗട്ട് ആയതുകൊണ്ടാണ്
ചെക്ക് ചെയ്തിട്ട് ഞാൻ പറഞ്ഞുതരാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്, ലീവ് ആയിക്കോളും.